ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഒരു സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർത്താവ് എനിക്കൊരു വചനം നിങ്ങൾക്ക് തന്നു. ആ വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നസറേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തരോടും പറയുന്ന ഒരു ദൈവശബ്ദം, യേശു വന്ന് പാർത്താൽ ജീവിതം എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. യേശു ഒരു വ്യക്തിയിൽ വന്നാൽ, യേശു ഒരു കുടുംബത്തിൽ വന്നാൽ, യേശു ഒരു ദേശത്ത് വന്നാൽ ആ ദേശം എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ തിരുവചനം പറയുന്നു, യേശു അവിടം വിട്ട് സെബൂലൂൻ, നഫ്താലി, കഫർനഹൂം, യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. പറഞ്ഞേ വാക്യം വെച്ചാൽ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോൾ കർത്താവ് ഈ ദേശത്തേക്ക് ചെന്നങ്ങ് പാർക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വേറെ ഒന്നും പറഞ്ഞ് ഇരുള് മാറാൻ പറയുന്നില്ല, പ്രശ്നം മാറാൻ പറയുന്നില്ല. യേശു എന്നങ്ങ് പാർക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയുകയാണ്, വന്ന് പാർത്തതയുള്ളൂ, ഇരുളിലിരുന്ന ജനം വെളിച്ചം കണ്ടു. ആമേൻ. നിങ്ങൾ ഈ വചനം അതുപോലെ വിശ്വസിക്കണം. യേശു വന്നതേയുള്ളൂ, അവിടെ ചെന്ന് പാർത്തതയുള്ളൂ. ശാസിച്ചില്ല, ഭത്സിച്ചില്ല. ചെന്ന് പാർത്തപ്പോഴേ പറയുകയാണ്, ഇരുളിലുള്ള ജനം വെളിച്ചം കണ്ടു. എന്നിട്ട് അടുത്ത വാക്കിൽ പറയുന്നു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വാക്യം കുറച്ചുകൂടെ ഉണ്ടല്ലോ എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അല്ല മോനെ, അതിനകത്ത് പറഞ്ഞു മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വെളിച്ചം പ്രകാശിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു സന്ദേശം പറയാണ്, മരണത്തിൻ്റെ നിഴലിലിരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കണ്ട, ഇനി ജീവിക്കാൻ കഴിയത്തില്ല, ഇനി ജീവിക്കാൻ സാധ്യമല്ല, എൻ്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കും എന്ന് ഇരിക്കുന്നവരുടെ ലൈഫിലേക്കാണ് ഒരു ലൈറ്റ് ഉണ്ടാകുന്നത്. The mighty name of Jesus. ഞാൻ ആത്മാവിൽ പറയാം, യേശുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, യേശുവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ജീവനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആമേൻ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിൻ്റെ ആത്മാക്കൾ അഴിഞ്ഞു മാറട്ടെ, മരണദൂതന്മാർ മാറട്ടെ, മരണശക്തികൾ മാറട്ടെ. വായ്കളെ തുറന്നു പറഞ്ഞാട്ടെ, ഞാൻ മരിക്കയില്ല, ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പോരാ, ശബ്ദമുയർത്ത്, ഞാൻ മരിക്കയില്ല, ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരിക്കൽ കൂടെ, ഞാൻ മരിക്കയില്ല, ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു ഒരു ദേശത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിക്കാനൊരു കൊതി വരും. ആമേൻ. ജീവിക്കാനൊരു കൊതി. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെന്നൊരു കൊതിയുണ്ട് ഇപ്പം. ഈ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാൽ
ആമേൻ. കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാൽ, വരുവാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവമൊരുക്കുന്ന മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവമൊരുക്കുന്ന രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവമൊരുക്കുന്ന ഭവനത്തെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവം ഒരുക്കുന്ന കിരീടങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവമൊരുക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ, ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ അറിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒരു കൂട്ടർക്ക് മരിക്കാൻ തോന്നും, മറ്റൊരു കൂട്ടർക്ക് ജീവിക്കാൻ തോന്നും. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. കൈകളെ തട്ടിയൊരു ആമേൻ പറഞ്ഞാട്ടെ. കാരണം അതെന്താണ്? ഒരു കൂട്ടർക്ക് ഇത് അറിഞ്ഞങ്ങ് എക്സൈറ്റഡ് ആയിട്ട് പറയും, കർത്താവേ പെട്ടെന്ന് എന്നെ കൊണ്ടുപോകും, പെട്ടെന്ന് എന്നെ കൊണ്ടുപോകും, പെട്ടെന്ന് എന്നെ കൊണ്ടുപോകും, പെട്ടെന്ന് എന്നെ കൊണ്ടുപോകും, ഞാൻ പെട്ടെന്ന് അവിടെ വരട്ടെ, പെട്ടെന്ന് അവിടെ വരട്ടെ എന്നൊരു കൊതിയുണ്ടാകും. എന്ന് വേറെ ചിലർക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും, ആ വലിയ സൗഭാഗ്യത്തിലേക്ക് ഞാൻ മാത്രമല്ല കയറേണ്ടത്, എൻ്റെ മക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരുമൊക്കെ അവരെ ഒന്ന് നേടാൻ എനിക്കൊരായുസ്സും എനിക്കൊരു ആരോഗ്യവും എനിക്കൊരു അഭിഷേകം കൂടെ തരണം. എനിക്ക് അവരെ ഒന്ന് നേടാൻ എനിക്ക് ആയുസ് വേണം, എനിക്കവരെ നേടാൻ ഒരു അഭിഷേകം വേണം, എനിക്കവരെ നേടാൻ ഒരു ദൈവകൃപ വേണം, എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരെ നേടണം. ഹല്ലേലൂയ. കൈകളെ അടിച്ച് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തോ ഒരു ഭയങ്കര ദൈവകൃപ വ്യാപരിക്കുന്നു. നിങ്ങളുടെ ആയുസിന്റെ മേൽ ഒരാരോഗ്യത്തെ ദൈവം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ആയുസിന്റെ മേൽ ഒരു ബലത്തെ ദൈവം കൽപ്പിക്കുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയുന്നു? ഒരു ബലം നിനക്ക് തരാൻ പോകുകയാണ്. ആമേൻ. 100 വയസ്സുള്ളപ്പോഴും ശക്തിപ്പെട്ട ഒരു അബ്രഹാമിനെ പോലെ, 90 വയസ്സുള്ളപ്പോഴും ബലപ്പെട്ട ഒരു യോശുവയെ പോലെ, 85 വയസ്സുള്ളപ്പോഴും സ്തോത്രം ശത്രു സൈന്യത്തെ തകർത്ത് വാഗ്ദത്തം നാട് പിടിച്ചടക്കിയ ഒരു കാലേബിനെ പോലെ, 80-ാമത്തെ വയസ്സിലും ഒരു പറ്റം ജനത്തെ വിടുവിച്ച ഒരു മോശയെ പോലെ നിന്റെ മേൽ പ്രായത്തെ കവിയുന്ന ഒരഭിഷേകം, ഒരധികാരം ദൈവം പകരുകയാണ്. കരങ്ങൾ തട്ടി അത് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ ശരീരത്തിന് മേലൊരു ബലം വരുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ മേലൊരു ബലം വരുന്നു. റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്, റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. നിന്റെ ശരീരത്തിന്റെ മേലൊരു ബലം വരുന്നു. നിന്റെ ശരീരത്തിന്റെ മേലൊരു ബലം വരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ നിന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കും. നിന്നെ ഞാൻ ഗിരികളിൽ നിർത്തും. ഓ റബ ഖത്തലറബ. നീ ക്ഷീണിക്കത്തില്ല, നീ തളരത്തില്ല. നിന്റെ മേലൊരു ബലം യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ ബലമുണ്ടാകുന്നു, ബലമുണ്ടാകുന്നു. ഇതിന് ഈ വചനത്തിന്റെ കേൾവിയുടെ സമയത്ത് തന്നെ നിന്റെ ശരീരത്തെ തളർത്തുന്ന ചില രോഗങ്ങൾ, നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ചില രോഗങ്ങൾ, നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ചില രോഗങ്ങൾ നിന്റെ ശരീരങ്ങളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ ഇപ്പോൾ പൊട്ടുകയാണ്. Come on, come on, church, come on, church, come on. ഈ വചനം കേൾക്കുന്നവർ വിശ്വസിച്ചോ? ബലമിറങ്ങുന്നു, ബലമിറങ്ങുന്നു. ഞാൻ എൻ്റെ ജനത്തിന് ബലം നൽകും, ഞാൻ എൻ്റെ ജനത്തിന് ശക്തി നൽകും, ഞാൻ എൻ്റെ ജനത്തിന് ബലം നൽകും, ഞാൻ എൻ്റെ ജനത്തിന് ശക്തി നൽകും. ഏറ്റെടുത്ത് ബലവും ശക്തിയും തരുന്ന ദൈവം, ബലവും ശക്തിയും തരുന്ന ദൈവം. നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് എത്തിയും വലിഞ്ഞും പോണോ, അത് ചുറുചുടുക്കോടെ പോണോ? ചില പിള്ളേരുണ്ട് 25-ാമത്തെ വയസ്സിലെ പടുകളവനെ പോലെ ജീവിക്കും. ചില അപ്പച്ചന്മാരുണ്ട് 80-ാമത്തെ വയസ്സിലെ 25 വയസ്സിലെ പോലെ ജീവിക്കും. ഇവിടെ ഉണ്ട് കുറെ കളവന്മാരും,
കുറെ കിളവിമാരും കുറെ ചെറുപ്പക്കാരും. ആമേൻ പറഞ്ഞില്ല. നീ കിളവനാണോ? കത്തി ജ്വലിച്ചോണം. കൈകളെ അടിച്ച് രാമേൻ പറഞ്ഞോ. തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. മടുക്കാത്തവൻ, 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 മടുക്കാത്തവർ എഴുന്നേൽക്കട്ടെ. എനിക്കറിയില്ല, ഒരു ഭയങ്കര ബലമിറങ്ങുന്നത് കാണുന്നു, ഭയങ്കര ബലമിറങ്ങുന്നത് കാണുന്നു. തരബതലബ ചുടികലകൾ ഭയങ്കര ബലമിറങ്ങുന്നവൻ. ഇതിനകത്ത് ഭയങ്കര ബലം ദൈവം ധരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ് അത് കേട്ടോ. ഞാൻ നിന്നെ ബലം ഉടുപ്പിക്കും, ഞാൻ നിന്നെ ബലം ധരിപ്പിക്കും. ഓ റബ സന്തന റിഗാനക. ഇതൊക്കെ വെറും ഒരു വാക്കായോ ഒരു വചനമായോ നീ ഏറ്റാൽ നീ വെറുതെ ഇരുന്ന് തീരത്തേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ ഒരു സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞാൽ, ഓ സ്തോത്രം. ആമേൻ. ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടുവാൻ വേണ്ടി ഒരു ഏലിയാവിനെ ശക്തീകരിച്ച ഒരു ബലം നിന്റെ കാലിൽ മേൽ, നിന്റെ കാലിൽ മേൽ ദൈവം അയക്കും. ബലം, 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 ബലം. എടുത്തോണം, 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 എടുത്തോണം. ആമേൻ പറഞ്ഞ് എടുത്തോണം. കൈകളെ ഉയർത്തി ഏറ്റെടുത്തോണം. നിങ്ങളിവിടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നല്ല ദൂത് വന്നാൽ ഞാൻ ചാടി എഴുന്നേക്കും. കാരണം നിങ്ങൾ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് പിടിക്കണം. ആമേൻ. അത് എൻ്റെ കൊച്ചിവിടെ നിന്ന് പ്രസംഗിച്ചാലും ഞാൻ എടുക്കും. അത് ഞാൻ ചാടി പിടിക്കും. ഒരു കൈ കൊണ്ട് അത് അതിനോട് പ്രതികരിക്കും ഞാൻ. അതാണ് ഈ ദൂതിനോട് പ്രതികരിക്കണം. കേട്ടില്ല? ദൂതിനോട് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. പ്രവചനത്തോട് പ്രതികരിക്കണം. അതാണ്. ഈ പ്രവചനത്തോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് വന്ന വഴിയേ പോകും. അതാ പറഞ്ഞ നിനക്ക് വീഴേണ്ടത് മറ്റൊരുത്തിന് തലയിൽ വന്ന് വീണിട്ടങ്ങ് പോകും. നിന്നെ തൊടുന്നതും നിനക്ക് പ്രയോജനപ്പെടുന്നതുമായ ഒരു വചനമോ ഒരു പ്രത്യാശയോ ഒരു അനുഗ്രഹമോ നിന്റെ കേൾവിയിൽ വന്നാൽ നീ അതിനെ ചാടി പിടിച്ച് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോണം. കൈതട്ടി ഒരു ആമേൻ പറഞ്ഞേ, കൈതട്ടി ഒരു ആമേൻ പറഞ്ഞേ. തുരബലപട ബധുരിബിരി കടകഥന ചലകതരി കടകഥന റബലബധുരി ബിരി ബിരി ബിരിയ തുരുബിരി ബിരി കടകഥന. കൈകളെ തട്ടി ഒരു ആമേൻ പറഞ്ഞ് റേബേ കഥല കടക ജനകതിരി കടകഥന. ഭയങ്കര ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇന്നിവിടെ മഴ പോലെ ദൈവത്തിൻ്റെ ദൂതുകൾ ഇറങ്ങി വരുന്നുണ്ട്. മഴ പോലെ ദൈവത്തിൻ്റെ ദൂതുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഒരു ഏദൻ തോട്ടം പോലത്തെ ഒരു ജീവിതം ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ സ്തോത്രം. എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവജലത്തിൻ്റെ നദിയുടെ ഉറവ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. നീ എത്ര പേർ ആത്മാവിൽ അത് കയറി പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ സ്വന്തമാക്കുന്നു? കൈകളെ തട്ടിയോ കരങ്ങളെ ഉയർത്തിയോ വായികളെ തുറന്നോ അതിനോട് പ്രതികരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. എനിക്ക് ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. മരണ നിഴലിൽ ഇരിക്കുന്നവർക്ക് സ്തോത്രം ജീവിക്കാനൊരു ശക്തി എന്ന് പറഞ്ഞാൽ യേശു വന്നാൽ ജീവിക്കാൻ ബലം കിട്ടും. യേശു വന്നാൽ ജീവിക്കാൻ ബലം കിട്ടും. യേശു വന്നാൽ മരണം ഓടും കേട്ടോ, മരണം ഓടും കേട്ടോ. ഉറബ കഥലപതരമ. നിന്റെ ചുരുങ്ങിപ്പോയ ആയുസ്സുകൾ ദൈവം വലിച്ചു നീട്ടുകയാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ് കരഞ്ഞ ജീവിതം തീർക്കാൻ ആരും നിൽക്കരുത്. ഓ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കരഞ്ഞ ജീവിതം തീർക്കാൻ ആരിവിടെ ശ്രമിക്കരുത്. തലമുറകളുടെ ഉയർച്ച കാണാതെ മരിക്കാൻ ആരിവിടെ തീരുമാനിക്കരുത്. അതിനോട് മരണത്തോട് മാറി നിൽക്കാൻ പറ, രോഗത്തോട് മാറി നിൽക്കാൻ പറ. ദൈവം ഒരുക്കിയ സമ്മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. ദൈവം ഒരുക്കിയ ഉയർച്ചകൾ ഞാൻ പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ.
ഇന്ന് ഈ ദൂതിന്റെ മുമ്പിൽ ദൈവം ചില ഈ ശിമയോന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ദൂതിന്റെ മുൻപിൽ ചില ശിമയോന്മാർ എഴുന്നേൽപ്പിക്കുകയാണ്. അല്ല, ഈ ദൂതിന്റെ മുമ്പിൽ ദൈവം ചില യോശുവമാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ദൂതിന്റെ മുമ്പിൽ ദൈവം ചില കാലേബുമാരെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം യോശുവ, അതിന്റെ അർത്ഥം കാലേബ് വാഗ്ദത്തം കേൾക്കുന്നവരല്ല, മറിച്ച് വാഗ്ദത്തത്തിൽ കാലുകുത്തി ദൈവം പറഞ്ഞ പാലും തേനും ഒഴുകുന്നതും നടാത്ത തോട്ടങ്ങളും വെക്കാത്ത വീടുകളും കുഴിക്കാത്ത കിണറുകളും പ്രാപിക്കുന്നവരാണവർ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. നിനക്ക് യോശുവയാകണോ? നിനക്ക് കാലേബാകണോ? നാമേ പറഞ്ഞ് തീ പിടിക്കുന്നു, ഇവിടെ തീ പിടിക്കുന്നു, ഇവിടെ തീ പിടിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നീ ദൂത് കേൾക്കുന്നവനല്ല, നീ ദൂത് പ്രാപിക്കുന്നവനാണ്. Come on church, come on church, come on church. വൈഡ ലബദ റിവിനി ഹടകം അതലം ചുടകം ദുരകം ധിരികം. രണ്ട് കരകളെ ഉയർത്തി യേശുവേ. എന്തോ സംഭവിക്കുന്നു ഇവിടെ. എനിക്കറിയാം ഭയങ്കര പൊട്ടൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്നു ഭയങ്കര പൊട്ടൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഭയങ്കര പൊട്ടലുകൾ ഇവിടെ നടക്കുന്നു. ഹല്ലേലൂയ. അവിടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൈ കൊടുത്ത് പറ, ഞാൻ കേൾക്കുന്നവനല്ല, ഞാൻ കാണുന്നവനാണ്. പറഞ്ഞ്, ഞാൻ കേൾക്കുന്നവനല്ല. പറ, 2-3 പേരുടെ എഴുന്നേറ്റ് നടന്ന കജിമാനൊക്കെ എഴുന്നേക്ക് യേശുവിന്റെ നാമത്തിൽ. ദൂതുള്ള നിങ്ങൾ എന്തിനാ ഇരിക്കുന്നേ? വാഗ്ദത്തമുള്ള നീ എന്തിനാ ഇരിക്കുന്നേ? യേശുവിന്റെ നാമത്തിൽ 1-2 പേർക്ക് കരം കൊടുത്ത് പറ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കാണുന്നവനാണ്, ഞാൻ കാണുന്നവനാണ്, ഞാൻ കാണുന്നവനാണ്, ഞാൻ കേൾക്കുന്നവനല്ല. ചിലരുടെ കൈ പിടിച്ച് കുലിക്കുന്ന ഈ ദൂത് ഉറപ്പിക്ക്. കാണാനുള്ളവനാ ഞാൻ, കാണാനുള്ളവനാ ഞാൻ, കേൾക്കാനുള്ളവനല്ല ഞാൻ, കാണാനുള്ളവനാണ് ഞാൻ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഇന്നലെ കേട്ടത് നിന്റെ മുമ്പിൽ കൈവച്ച് കാല് വെച്ച് നിന്റെ അടുക്കലേക്ക് നടന്നു വരാൻ പോകുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ നടക്കുന്നു. ശബ്ദം ഉയർത്തി വിളിച്ചാട്ടെ യേശുവേ. ആമേൻ. കേൾക്കുന്നവനാകരുത്, കാണുന്നവനാകണം. കാണുന്നവൻ മാത്രമാകരുത്. കാണുമ്പോൾ നിനക്ക് ആരോഗ്യമുള്ളവനായിരിക്കണം. ആരോഗ്യം മാത്രമല്ല, അത് മൊത്തം നീ അനുഭവിക്കണം. ഒരു തീ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ആമേൻ 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 പ്രത്യാശ നഷ്ടപ്പെട്ടതുമായ ഒരു ആമേൻ ആമേൻ ഒരു അനുഭവം, അങ്ങനെ നിരാശ കൊണ്ടുവരുന്ന ഒരു സ്പിരിറ്റിനെ ദൈവം അടിച്ചോടിക്കുകയാണ്. തീ പിടിച്ച് തീ പിടിച്ച് തീ പിടിച്ച് തീ പിടിക്ക്. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞേ? കേൾക്കുന്നവനാകരുത്. ഉറക്കെ ഒന്നിട്ട് പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പറയാം. കേട്ട ഭൂരിപക്ഷം പേരും കണ്ടിട്ടില്ല. നിനക്ക് അതിൽ പോണോ? കേട്ടതിൽ ഭൂരിപക്ഷം പേരും കണ്ടിട്ടില്ല. അതൊരു വിഷയ മക്കളെ. 30 ലക്ഷത്തിനോടാ ദൈവം പറഞ്ഞേ. ദൈവം നിങ്ങൾക്ക് സുന്ദരമായൊരു ദേശം തരാൻ പോവാ.
പാലും തേനും ഒഴുകുന്ന ദേശം. ആമേൻ. നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും വീടുമുള്ള ദേശം. ഒന്നിനും കുറവില്ലാത്ത ഉപജീവനം കഴിക്കാൻ പറ്റുന്ന ദേശം. പാലും തേനും ഒഴുകുന്ന ദേശം. താമ്രം, ആമേൻ, മലകൾ താമ്രമായിരിക്കുന്ന, കുന്നുകൾ സ്വർണമായിരിക്കുന്ന ദേശം. ഈ ദൂത് വെറുതെ അല്ല കേട്ടത്. ഈ ദൂത് വെറുതെ അല്ല കേട്ടത്. സീനായ് മലയുടെ മുകളിൽ ദൈവം ഇറങ്ങി വന്ന് വീണ്ടും ഉറപ്പിച്ചു. സ്ഥൂലമാകുന്നതും തീ കത്തുന്നതും പർവ്വതത്തിനും മേഘതമസ്സും കൂരിരുട്ടും കൊടുങ്കാറ്റും കാഹളനാദവും വാക്കുകളുടെ ശബ്ദങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു, വാഗ്ദത്തം പ്രാപിക്കാനുള്ള തലമുറയാണ് നീ. വാഗ്ദത്തം പ്രാപിക്കാനുള്ള തലമുറയാണ് നീ. ആ ദേശത്തിനകത്ത് ഇന്ന് 10 രാജ്യങ്ങൾ നിൽപ്പുണ്ട്, ജാതികൾ നിൽപ്പുണ്ട്. ഞാൻ അതിനെ മാറ്റിയിട്ട് നിന്റെ കയ്യിൽ അത് തരും. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ അവകാശങ്ങൾ ആരൊക്കെയോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ അനുഗ്രഹങ്ങൾ ആരൊക്കെയോ കൈകളിൽ ഇരിപ്പുണ്ട്. എന്നാൽ അതിനെ മാറ്റിയിട്ട് ദൈവം നിന്റെ കരകളിൽ അത് തരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഇതൊരു ഭയങ്കര ദൂതാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ദൈവം തീരാധാരം എഴുതി തന്ന അവകാശത്തിനകത്ത്, അനുഗ്രഹത്തിനകത്ത് കുടിക്കിടക്കുന്ന ചിലതിനെ ദൈവം അടിച്ചിറക്കാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞേ. ഞാൻ ഇത്ര തീവ്രതയോടെ നിങ്ങളെ ഇങ്ങനെ ചാർജ് ചെയ്ത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട് ഈ ദൂത് കൈമാറുന്നത് എന്തെന്നറിയാമോ? നിനക്കിത് കിട്ടാതെ വരരുത്, നീ ഇത് പ്രാപിക്കാതെ വരരുത്. നിനക്ക് കൈകളിൽ ഇത് എടുത്തേ പറ്റൂ. കൈ ഉയർത്തി പറ, യേശുവേ. ആമേൻ. ദൈവം അങ്ങനെ ഇറങ്ങി വന്ന് സംസാരിച്ചു. പറഞ്ഞാട്ടെ, ദൈവം അങ്ങനെ ഇറങ്ങി വന്ന് പറഞ്ഞു, നിനക്കൊരു അവകാശമുണ്ട്, നിനക്കൊരു ദേശമുണ്ട്. ഞാനൊരുക്കിയതാ. പറഞ്ഞില്ലേ, ഞാനൊരുക്കിയതാ. എല്ലാവരും കാത് പൊട്ടുന്ന അളവിൽ അത് കേട്ടു. കേട്ടില്ല. കാത് പൊട്ടുന്ന അളവിൽ കേട്ടു. ആ വാഗ്ദത്തത്തിലേക്ക് നടക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആ അത്ഭുതത്തിലേക്ക് നടക്കാൻ, ആമേൻ, ആ വാഗ്ദത്തത്തിലേക്ക് നടക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഓ, വടി സർപ്പമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളം രക്തമായി തീർന്നു. ആമേൻ. പേനുണ്ടായി, തവളയുണ്ടായി, ഇരുട്ടുകളുണ്ടായി, മഹാമാരികളുണ്ടായി. ആമേൻ. അവസാനമായി കടിഞ്ഞൂനുകൾ, ആമേൻ, സംഗ്രഹിക്കപ്പെട്ട് ഒരു ജനം വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങി. ആ യാത്രയിൽ, ആമേൻ, അവർക്ക് ചെങ്കടൽ വിരോധമായിരുന്നു. ദൈവം ആ ചെങ്കടലെ തുറന്ന് അവരെ അക്കരെ കടത്തി. ആ യാത്രയിൽ, സ്തോത്രം, അവർക്ക് പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രി അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. ആ യാത്രയിൽ അവരുടെ വസ്ത്രം തേഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ ശരീരം ജീർണിച്ചില്ല. അവർക്ക് കയ്യെത്താ ദൂരത്ത് കാട ഇറങ്ങിയിരുന്നു. അവരുടെ വീടിന്റെ മുറ്റത്ത് ദൈവം റേഷൻ കൊടുത്തിരുന്നു. അത്ഭുതങ്ങളുടെ പരമ്പരകൾ ദൈവം അയച്ചിരുന്നു. ഇതെല്ലാം ദൈവം ചെയ്തിട്ടും, ആമേൻ, അതിനകത്ത്, ആമേൻ, 30 ലക്ഷത്തിൽ, ആമേൻ, 2 പേർക്ക് വാഗ്ദത്തത്തിൽ കയറാൻ പറ്റിയുള്ളൂ. കൈ ഉയർത്താൻ പറ്റുമോ? ഞാൻ ഈ ആവേശത്തിൽ ഈ ദൂത് പറയുമ്പോൾ എത്ര പേർ കയറി പിടിക്കുന്നു? മക്കളെ, എന്തു ഭയങ്കര ഈ ദൂത്. 30 ലക്ഷത്തിൽ 2 എണ്ണയെ കയറിയോളെന്ന്. 30 ലക്ഷത്തിൽ 2 എണ്ണ കയറിയോളെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. നീ കേൾക്കുന്നവനോ കാണുന്നവനോ? ഉറക്കപ്പറ. എടാ, ദൈവം പറഞ്ഞിട്ട് പോലും കയറാൻ പറ്റാത്തവര് ജീവിച്ച ചരിത്രമാ വേദപുസ്തകത്തിന്റെ ചരിത്രം. പിന്നെയാണ് ഒരു പ്രവാചകൻ പറഞ്ഞിട്ട്, ആമേൻ, നടക്കാതെ വരുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? സ്തോത്രം. ദൈവം പറഞ്ഞിട്ട് പോലും, ആമേൻ, ചിലർക്കത് പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ വചനം കേൾക്കുമ്പോൾ ഞാനത് പ്രാപിക്കും, എനിക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഇന്ന് പകൽ കൈകളെ ഉയർത്തി ഇന്ന് അതിലേക്കൊരു ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ, ശരീരത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ തന്നെ.
ഉറക്കെ പറ, ഞാൻ കാണുന്നവനല്ല, ഞാൻ കേൾക്കുന്നവനല്ല. മക്കളെ കാണോ? എന്നോട് പറഞ്ഞ, ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ. എന്നോട് പറഞ്ഞ ദൂതുകൾ മുഴുവൻ നിവർത്തിക്കുകയും ചെയ്യും. ഇനി അഡീഷണൽ ദൂതുകൾ ദൈവം എനിക്ക് തരികയും ചെയ്യും. ആമേൻ. ധൈര്യപ്പെട്ടോണം. കേൾക്കുന്നവരല്ല, കേൾക്കുകയും. അതാ പറഞ്ഞു ദൈവം ഇവിടെ 3 കൂട്ടത്തെ പറഞ്ഞു. ജോഷുവ ജനറേഷൻ, കാലേബ് ജനറേഷൻ, ശിമയോൻ ജനറേഷൻ. ആമേൻ പറ. പ്രവചിച്ച മോശ പോലും കേറിയില്ല. ആമേൻ പറയാ. പ്രവചിച്ച കേറിയില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ 2 തീ പിടിച്ച് നിൽക്കുക. 2 കേട്ടില്ല, തീ പിടിച്ച് നിൽക്കുക. എനിക്ക് ഇങ്ങനത്തെ വേണം, കുറേ എണ്ണത്തെ തീ പിടിച്ച 2 നിൽക്കുക. ആമേൻ. ഒരു സൈന്യം ഒരുമിച്ച് എഴുന്നേറ്റ് പറയുക നടക്കത്തില്ലെന്ന്. പക്ഷെ തീ പിടിച്ച 2 പറയുക നടക്കും. ആമേൻ. ഇപ്പോൾ ഇവിടെ പ്രിൻസ് പാസ്റ്റർ പ്രവചിച്ച പ്രവചനം ഒരു കൂട്ടം പറയാം നടക്കത്തില്ലെന്ന്. പക്ഷെ ആരൊക്കെയോ ഇവിടെ നിന്ന് വിളിച്ചു പറയാം നടക്കും. പറ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. ഭയങ്കര ദൈവകൃപയാവരിക്കുന്നു കേട്ടോ. നിങ്ങൾ എത്ര പേർ പ്രതികരിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കും? ഭയങ്കര ദൈവകൃപയാവരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പറ്റം ചേർന്ന് പറയുകയാണ് നടക്കത്തില്ല. ആമേൻ. അത് ഭയങ്കര മല്ലന്മാരുള്ള ദേശമാണ്. കിട്ടത്തില്ല, കിട്ടത്തില്ല. പക്ഷെ 2 പേർ ഇപ്പുറത്തേക്ക് മാറി നിന്ന് അനുഭവങ്ങളെ നോക്കിയില്ല, സാഹചര്യങ്ങളെ നോക്കിയില്ല, മല്ലന്മാരെ നോക്കിയില്ല, കഴിവുകളെ നോക്കിയില്ല. അന്ന് കേട്ട ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചു പറഞ്ഞു, ഞങ്ങൾ അതാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് ആത്മാവിൽ പറയാം, നിന്റെ വാഗ്ദത്തത്തിന് അനുയോജ്യമായ ഒരു സാഹചര്യം പോലും നിന്റെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇത് ഞാൻ ആത്മാവിൽ പറഞ്ഞു, നീ പറഞ്ഞ് 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 വാഗ്ദത്തങ്ങളെ ഉരുവാക്കി പറഞ്ഞ് നിന്റെ വാഗ്ദത്തത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. വിശ്വസിക്കുന്നുണ്ടോ? ഉച്ചത്തിലാവേ പറ. ആമേൻ. ഓയ്, ഇനി അടുത്തൊരു വാക്ക് ഞാൻ പറയാം. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര. ഇവർ ഈ വാക്യത്തിനകത്ത് എത്തിയും വലിഞ്ഞു വല്ല കയറിയ ആ തിരിച്ച എല്ലാവരും മരിച്ചു. തിരിച്ച എല്ലാവരും മരിച്ചു. ആമേൻ പറഞ്ഞില്ല, തിരിച്ച എല്ലാവരും മരിച്ചു. ആ മറ്റൊരു ജനറേഷനാണ് ഉള്ളത്. കേട്ടോണം, മറ്റൊരു ജനറേഷനാണ് എഴുന്നേൽക്കുന്നത്. അവരുടെ കയ്യിലായി വാഗ്ദത്തം കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ നടുവിൽ 2 പേരുണ്ട്. കിളവനായിട്ടല്ല, വയസ്സ് ചെന്നിട്ടല്ല, ഈ പുതിയ തലമുറയെക്കാളും പവറോടൊരു തലമുറ. ഞാൻ ഇന്ന് ആത്മാവിൽ പ്രവചിക്കും, ഇനി എത്ര തലമുറകൾ ഇവിടെ എഴുന്നേറ്റാലും അതിന്റെ മുകളിൽ തന്നെ ഞാൻ നിന്നിരിക്കും. ആമേൻ. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു വ്യക്തിയെ പോലെ ഞാൻ നിൽക്കത്തില്ല. എന്റെ പ്രഖ്യാപന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇനി അടുത്ത ജനറേഷൻ, അതിൻ്റെ അടുത്ത ജനറേഷൻ, ഇനി ആ കുഞ്ഞ് എഴുന്നേറ്റ് അടുത്ത വലിയ പ്രവാചകനെ എഴുന്നേറ്റാലും ആമേൻ, ഞാനൊരു കാലേബിനെ പോലെ അതിൻ്റെ മുമ്പിൽ തന്നെ നിന്നിരിക്കും. നീയും ശബ്ദമുയർത്തി പറ, എനിക്ക് താഴേക്കൊരു ചുവടില്ല, ഞാൻ ഒരു പടി മുകളിൽ തന്നെ നിൽക്കുമെന്ന് പറയാൻ മനസ്സുള്ളവർ കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ. തീ പിടിച്ചോ. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയുന്നു, എത്ര അഭിഷക്തന്മാർ എഴുന്നേറ്റ് വന്നാലും അതിന്റെ മുകളിൽ നിൽക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ആമേൻ പറ മക്കളെ.
ഒരു ന്യൂ ജനറേഷൻ എഴുന്നേറ്റ് വരിക. പക്ഷെ അതിനകത്ത് 2 ഓൾഡ് ജനറേഷന്മാർ. ഒന്ന് യാക്കോബ് കാലേബ്, മറ്റൊന്ന് യോശുവ. ആമേൻ. മക്കളെ, നിങ്ങൾ നയിക്കുന്ന പോലെ ഞാൻ വരാമെന്ന് പറഞ്ഞില്ല. യോശുവ പറഞ്ഞു, ഞാനാടാ വിധിച്ചു തരുന്നേ, ഞാനാണ് വിധിച്ചു തരുന്നേ. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്നും ചെയ്തെടുക്കാൻ ഞാൻ നല്ല ചുറുചുറുക്കുള്ളവനാണ്. അടവൽ ഘടകതന ഘടകതന. ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു ആരോഗ്യം ഇറങ്ങാൻ പോകുകയാണ്. തലമുറയുടെ ഉയർച്ചകൾ നീ കാണും, ദേശത്തിന്റെ മാന്യതകൾ നീ കാണും, ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കും. ഹല്ലേലൂയ. എന്തോ ഒരു ഭയങ്കര, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. ഒരു ഭയങ്കര ഡിവൈൻ ഹെൽത്ത് ഇറങ്ങി വരുന്നു. ഒരു ഡിവൈൻ ഹെൽത്ത് ഇറങ്ങി വരുന്നു. ഒരു ഡിവൈൻ ഹെൽത്ത് ഇറങ്ങി വരുന്നു. ഏറ്റെടുത്ത് ഡിവൈൻ ഹെൽത്ത്. ഇതിനകത്തൊരു ഡിവൈൻ ഹെൽത്ത്, ഒരു ഡിവൈൻ ഹെൽത്ത്. കലേബ്, യോശുവ പറഞ്ഞു ഞാൻ വീതിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പം കാലേബ് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടേ എല്ലാവരെയും തോപ്പിച്ചൊരു ശക്തിയുണ്ട് ഇവിടെ. ആമേൻ. മാലേക്കൻ എല്ലാവനെ തോപ്പി. അവനെ കണ്ട ഇവനെല്ലാം ചത്തേ. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എന്നെ ഒറ്റയ്ക്ക് വിടണം. എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക് യോശുവയോട് പറയുക, സഭയോട് പറയുക, അന്ന് ഇറങ്ങിയപ്പോഴുള്ള ആ ബലം എനിക്കിന്നും. കൈകളെ ഉയർത്തി രാമയും പറഞ്ഞേ. ഞാനൊരു ദൂത് പറഞ്ഞാൽ അപ്പച്ചന്മാരും പ്രായമുള്ളവരൊക്കെ ഒന്ന് ഏറ്റെടുക്കാമോ? അല്ല ചെറുപ്പക്കാരൊന്ന് ഏറ്റെടുക്കാമോ? എൻ്റെ പ്രായമേ കൂടത്തുള്ളൂ, എൻ്റെ ബലം കുറയത്തില്ല. ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് സ്തോത്രം. എൻ്റെ പ്രായമേ കൂടിയിട്ടുള്ളൂ. പറഞ്ഞോ. എൻ്റെ പ്രായമേ കൂടിയിട്ടുള്ളൂ, എൻ്റെ ബലം കുറയത്തില്ല. യേശുവിൻ്റെ ഒരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നു. എൻ്റെ പ്രായമേ കൂടിയിട്ടുള്ളൂ, എൻ്റെ ബലം കുറയത്തില്ല. അവൻ പറയാം, അന്ന് ഇറങ്ങിയപ്പോഴുള്ള അതേ പവർ എൻ്റെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് വയസ്സ് 85. പക്ഷെ നിന്റെ സൈന്യം കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, നിന്റെ പടയാളികൾ കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, നിന്റെ സൈന്യ വ്യൂഹം കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഈ അന്ധകാര മണ്ഡലത്തെ ജയിക്കും. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ചില ദേശങ്ങളുടെ മേൽ വാഴുന്ന വാഴ്ചകളെ, ചില ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ കോട്ടകളെ, ചില ദേശത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ അന്ധകാര മണ്ഡലങ്ങളെ, ഇരുട്ടിന്റെ കോട്ട കൊത്തളങ്ങളെ തകർത്ത് കളയാൻ ദൈവം ഇതിനകത്ത് ചില കാലേബുമാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഭയങ്കര ബലം. എല്ലാവരും ഏറ്റെടുത്തോണം. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്നവർ എഴുന്നേൽക്കുന്നു, പൈശാചിക കോട്ടകളെ ഇടിക്കുന്നവർ എഴുന്നേൽക്കുന്നു, ഇരുട്ടിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നവർ എഴുന്നേൽക്കുന്നു, ദുരാത്മ മണ്ഡലങ്ങളെ തകർക്കുന്നവർ എഴുന്നേൽക്കുന്നു. അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ പൈശാചിക തലങ്ങളിൽ അധികാരം നടത്തുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയുന്നു, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ ദേശത്ത് നിന്ന് മന്ത്രവാദികൾ ഓടാൻ പോകുകയാണ്. നിന്റെ ദേശത്ത് നിന്ന് ക്ഷുദ്ര പ്രയോഗക്കാർ ഓടുവാൻ പോകുക അല്ല, അവർ മാനസാന്തരപ്പെടാൻ പോകുക. ഭയങ്കരം 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 ധരപരപരപരവ. ദേശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ചില ഇരുട്ടിന്റെ കോട്ടകൾ, ദേശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ, അതവിടെ നിന്ന് ഇളകി മാറാൻ പോകുകയാണ്. കൈ
കൈതട്ടി കൈതട്ടി കൈതട്ടി. ദൈവം ഒരു ദൂത് പറയുന്നു, ഏറ്റെടുക്കാമോ? നീ നിമിത്തം ദൈവം ദേശത്തെ ശുദ്ധീകരിക്കാൻ പോകുക. നീ നിമിത്തം നിന്റെ ദേശം ശുദ്ധീകരിക്കപ്പെടാൻ പോകുക. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. നീ നിമിത്തം ഇരുളുകൾ, അന്ധകാര മണ്ഡലങ്ങൾ, കുടിയിരിപ്പുകൾ, അന്ധകാര ശക്തികൾ, പാരമ്പര്യ ദുരാത്മാക്കൾ, മലദൈവങ്ങൾ, പ്രേതങ്ങൾ, കാട്ടുപിശാചുകൾ ദേശത്ത് നിന്ന് ഒഴിയാൻ പോകുകയാണ്. ശബ്ദമുയർത്തി വിളിച്ചാട്ടെ, യേശുവേ. വിളിക്ക്, വിളിക്ക്. ഭയങ്കരം, ഭയങ്കരം, ഭയങ്കരം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ നാവിൽ വന്നിട്ടുണ്ട്. അത് തന്നെയാ ഞാൻ പറഞ്ഞേ. അമ്മാരുടെ ഒന്നും ഒരു പരിപാടി നടക്കത്തില്ല. അവരുടെ ഒന്നും ഒരു പരിപാടി നടക്കത്തില്ല. ആഭിചാരം ഇസ്രായേലിന്റെ മേൽ ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ നിന്റെ മേൽ ഏക്കത്തില്ല. ഇന്ന് ഈ ആത്മശക്തിയിൽ നിന്നുകൊണ്ട്, ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ കുടുംബങ്ങളെ തകർത്ത, ഈ വ്യക്തികളെ തകർത്ത എല്ലാ ആഭിചാര, മന്ത്രവാദ, ദുരാത്മശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ. രോഗിയാക്കിയ ദുരാത്മ മണ്ഡലം, തകർത്ത് കളഞ്ഞ ദുരാത്മ മണ്ഡലം, കടക്കാരനാക്കിയ ദുരാത്മ മണ്ഡലം, കുടുംബത്തെ ചിത്രിച്ചു കളഞ്ഞ ദുരാത്മ മണ്ഡലം, നിന്റെ കുടുംബത്തിന്റെ തലമുറകളെ രണ്ട് ഭാഗമാക്കി കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ, ഈ സാന്നിധ്യത്തിന് മുമ്പിൽ അത് പൊട്ടിപ്പോയിരിക്കും. ഞാൻ ഈ വചനം പ്രഖ്യാപിക്കുന്നു. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. എന്റെ ജനം ഒരു നാളും ലജ്ജിക്കപ്പെടുകയില്ല. എന്തോ ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നു. ഭയങ്കര ശക്തന്മാർ എഴുന്നേൽക്കുന്നു. ഭയങ്കര ശക്തന്മാരുണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദേശത്തിന്റെ വിഷയം പരിഹരിക്കാൻ നീ മതിയാകും. ആരും എടുത്തില്ല. ഞാനിത് പിടിക്കുക. ഈ ദൂത ഞാൻ പറയുമ്പോൾ ശക്തിയേറിയ ഒരു ദൈവശബ്ദം ഞാൻ നിങ്ങളുടെ മേൽ കൈമാറുന്നു. ഏറ്റെടുക്കാൻ പറ്റുമോ? നിന്റെ ദേശത്തിൽ നിന്ന് കൂട്ടമായ ജനത്തെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ കെട്ടിൽ നിന്ന് പൊട്ടിച്ചു വിടുന്നത് നീ ആയിരിക്കും. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയാം. ഞാൻ കാണുന്നൊരു സ്വപ്നം പറയാം. ഒരു കൂട്ടം ജനത്തെ അകത്ത് ഒതുക്കി അതിൻ്റെ പുറത്തൊരു ഗേറ്റ് വെച്ച് അതിനെ അടച്ചു വെച്ചിരിക്കുക. എന്നാൽ ഞാൻ കാണുന്നു, നീ ആ ഗേറ്റിങ്ങിനെ കുലുക്കി എടുത്ത് കളഞ്ഞ് അവൻ അടച്ചിട്ട ഒരു ജനത്തെ നീ പുറത്തു കൊണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിന്നിലൂടെ ഒത്തിരി പേർ രക്ഷിക്കപ്പെടും. പൊളിക്ക്. എരിഹോവിലേക്ക് കടക്കാൻ കഴിയാതെ കോട്ട കെട്ടി അതിന്റെ ജനത്തെ പിടിച്ചു വെച്ചതുപോലെ ചില പ്രത്യേക കൂട്ടങ്ങളെ, ചില പ്രത്യേക വർഗങ്ങളെ, ചില പ്രത്യേക ജാതികളെ, ചില പ്രത്യേകമായ കുടുംബങ്ങളെ പിശാച് വലയം വെച്ച് കെട്ടി പിടിച്ചിരിക്കുമ്പോൾ നീ അതിനെ കെട്ടുപൊട്ടിച്ച്, നീ ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് അതിനെ മുഴുവനും നീ പുറത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. കൈകളെ തട്ടി ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. യേശുവേ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. പോരാ, ശബ്ദം ഉയരട്ടെ. ഞാൻ ശബ്ദം ഉയരട്ടെ എന്ന് പറഞ്ഞാൽ
ഒരു കാര്യം പറയാനാണ്, യേശുവേ നീ കേൾക്കുന്നവനല്ല. പറഞ്ഞാട്ടെ, കേൾക്കുന്നവനല്ല, കാണുന്നവനാ. ഞാൻ ഈ മുണ്ടക്കയത്തൊക്കെ 25 വർഷത്തിന് മുമ്പ് പോയി പ്രസംഗിച്ച ഒരു വീടാണ് ഈ മോൻ്റെ വീട്. ഈ മോൻ്റെ വീട് 25 വർഷം കഴിഞ്ഞപ്പം ഞാനൊരു വീട്ടിലല്ല, തിയേറ്ററിൽ നിന്ന് പ്രസംഗിക്കുക. ഭയങ്കര. അന്ന് ഇവിടെ തിയേറ്ററിൽ ആരാധന നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചിട്ട് പോയി, ഞാനത് പ്രാപിച്ചു. കൈകളെ തട്ടി ഒരു ആമേൻ പറഞ്ഞോ. മോനെ, അന്ന് ഞാൻ കേട്ട പല ദൂതും അതിലൊരു ഏകദേശം ഒരു 90% നടന്ന് കഴിഞ്ഞു. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞോ. ഒന്നുകൂടെ ഞാൻ പറയാം, കേൾക്കുന്നവനല്ല, കേൾക്കാൻ എല്ലാവർക്കും പറ്റും, കാണാൻ പറഞ്ഞില്ല. കേൾക്കാൻ, കാണാൻ. നീ ഒരിക്കൽ കൂടി പറ, കേൾക്കുന്നവനല്ല ഞാൻ. ഒന്നുകൂടെ പറ, ഡിക്ലെയർ ചെയ്യ, ഉറക്കെ പറ. ഇന്ന് ഒരു കാര്യം കേട്ടു, നിന്റെ വീട് ഏതൻ പോലെ ആക്കുമെന്ന്. കേൾക്കുന്നവനല്ല. ഒന്നുകൂടെ പറ, കേൾക്കുന്നവനല്ല. ഇന്നത്തെ ദൂത ഒരു രക്ഷയില്ലാത്ത ദൂതായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്ത നാട്ടിൽ കയറിയിട്ട് അവിടുത്തെ മാതളപ്പഴമൊക്കെ പറിച്ച് തിന്നാനുള്ള ബലവും എനിക്കുണ്ട്. അനുഭവത്തിൽ കയറി ചത്തും ചതഞ്ഞും കിടക്കാനല്ല, അതിനകത്ത് റൂള് ചെയ്യാൻ. എങ്ങനെങ്കിലും എത്തിയും വലിഞ്ഞും വാക്തത്വത്തിൽ കയറാനല്ല, ആരോഗ്യത്തോടെ കയറണം. എന്താ ഈ ദൂത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഭയങ്കര ദൈവകൃപയായിരിക്കും. അതുപോലൊരു മനുഷ്യനാ ശിമയോൻ. കേട്ടില്ല? അതുപോലൊരു മനുഷ്യനാ. ഉറക്കെ പറഞ്ഞേ. കിളവനാ, കണ്ണുമങ്ങി, കൺപിരിയം വരെ നരച്ചു. പക്ഷെ ഒരു ദൂത് അവൻ്റെ മേൽ കിടക്കുന്നു. നീ ഇസ്രയേലിൻ്റെ രക്ഷകനെ കാണും, നീ ഇസ്രയേലിൻ്റെ രക്ഷകനെ കാണും. കൂടെയുള്ളവരെല്ലാം മരിച്ചു. പക്ഷെ ഇവൻ, എല്ലാവരും കേട്ടെ, ആലയത്തിൽ വന്ന് ആത്മനിയോഗം പ്രാപിച്ചെന്നല്ല, ആത്മനിയോഗത്തോടെ ആലയത്തിൽ വന്നു. അതൊരു സൂപ്പറാ. കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ. പോരെ, നിങ്ങൾ ആമേൻ പറഞ്ഞേ. നമ്മൾ പള്ളി വന്നിട്ട് ആദ്യത്തെ പാട്ടിൽ വരത്തില്ല. എന്താണ് ആദ്യത്തെ പാട്ടിൽ? ആദ്യത്തെ പാട്ടിൽ നമ്മൾ പിന്നെ അടുക്കളയിൽ നിന്ന് വരത്തേ ഉള്ളൂ. പിന്നെ കസാര വന്നിരുന്നു. പിന്നെ ആത്മാവിനെ പിന്നെ നമ്മൾ ഓണാക്കി. കേട്ടില്ല? ആത്മാവിനെ നമ്മൾ ഓണാക്കി ഒരു 3 പാട്ടൊക്കെ കഴിയുമ്പം ആദ്യം പിന്മാറ്റത്തിലേക്ക് വരും. എന്നിട്ട് പിന്നെ ആത്മാവിലൂടെ കയറും. പിന്നെ കത്തി വരുമ്പോൾ യോഗം തീരും. ഇത് മാറട്ടെ. എല്ലാവരും പറ, മാറട്ടെ. ഇത് ആലയത്തിൽ വന്ന് ആത്മനിയോഗം പ്രാപിക്കുകയല്ല, ചില തിരിവുകൾ ഉണ്ടാകട്ടെ. മക്കളെ ഏറ്റെടുത്ത് ചില തിരിവുകൾ. കൈ ഉയർത്തിക്കോ, രാമൻ പറഞ്ഞേ. ആലയത്തിൽ വന്നിട്ട് ബലപ്പെടുകയല്ല, ബലപ്പെട്ടിട്ട് ആലയത്തിൽ വരും. അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്താൻ പോവാ.
ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ഉള്ള നരകത്തെ ദൈവം ശാസിക്കാൻ പോവാ. ഏറ്റെടുത്തില്ല. കൈകളെ ഉയർത്തുക, ആമേൻ പറഞ്ഞേ. കാരണം വീട്ടിൽ ആത്മനിറവ് നിൽക്കാൻ പറ്റത്തില്ല. വീട്ടിലെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ശിമയോനെ പോലെ ആത്മനിറവിൽ വരാൻ പറ്റത്തില്ല. വീട്ടിനകത്ത് നരകവാ. അതിനെ വെട്ടുന്ന ദൂത ദൈവം തന്നെ. ഞാൻ ഏദൻ തോട്ടമാക്കും. പറഞ്ഞോ. വീടുകളുടെ അകത്ത് അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകുന്നു. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തിക്കോ. യേശുവേ, നിങ്ങളുടെ വീടുകളുടെ അകത്തെല്ലാം അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകാൻ പോകട്ടെ. വീട്ടിനകത്ത് കയറിയാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്ത് ആരാധിക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്ത് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്ത് ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. വീട്ടിനകത്ത് കയറുമ്പോൾ കടഭാരം, വീട്ടിനകത്ത് കയറുമ്പോൾ കുടുംബ പ്രശ്നം, വീട്ടിനകത്ത് നിൽക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ആകുലം, വീട്ടിനകത്ത് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വേദനകൾ, ആമേൻ, ബാധ്യതകൾ, ജപ്തി നോട്ടീസുകൾ, അങ്ങനെ വീട്ടിനകത്ത് നരകം പോലെ ഇരിക്കുന്ന അനുഭവങ്ങളെ ദൈവം ഇന്ന് പകൽ ഈ വചനത്താൽ വെട്ടിയിട്ട് നിന്റെ വീടിന്മേൽ ഒരു ഏദൻ തോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു ദൂത് ചാടിപ്പിടിക്കാനാണ് നിങ്ങളെ എഴുന്നേപ്പിച്ചേ. നിങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഇരിക്കാനും പറയാൻ തോന്നുന്നില്ല. കുഴപ്പമില്ല, ഇരിക്കുമ്പോൾ ഇരിക്കാം, അതൊരു പ്രോബ്ലമില്ല. പക്ഷെ ചിലരെ നോക്കി ഞാനിങ്ങനെ വഴക്ക് പറയുന്നത് അവൻ കയറി പിടിക്കണം. അതിനുവേണ്ടി പറയുന്നത് ആരുടെ തലേ വീഴുന്നതിന് മുമ്പ് അവരുടെ തലേ വീഴണം. ഇനി ഞാൻ ഇനി പറയത്തില്ല, മിടുക്കുള്ളവൻ കയറി പിടിച്ചോണം. അതാണ് ഈ വചനത്തിൽ കാര്യമുണ്ട്. ബലാൽക്കാരേണെ എന്ന് പറഞ്ഞേ പിടിച്ചെടുക്കും. ഒരു ദൂത് വഴികളെ പോയാലും കയറി പിടിച്ചോണം. പറഞ്ഞോട്ടെ. രണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ. ശിമയോൻ ആലയത്തിൽ വന്നല്ല ആത്മനിയോഗം പ്രാപിച്ചേ, ആത്മനിയോഗത്തോടെ എവറി ടൈം പ്രസൻസിലായി ജീവിക്കുന്ന ഒരനുഭവം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എടുക്കണ്ട, എൻ്റേതാ. നീ എടുക്കരുത്. Every time പ്രസൻസിൽ ജീവിക്കുന്നൊരു ജീവിതം ദൈവം തരാൻ പോകുക. അങ്ങനെ പ്രസൻസ് നിൽക്കുമ്പോൾ നീ രാത്രികൾ എഴുന്നേറ്റ് പാട്ടെഴുതും. ഞാൻ രാത്രിയിലും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പാട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ പല പാട്ടുകളും അർദ്ധരാത്രിയില്ല, പല മെസ്സേജുകളും അർദ്ധരാത്രിയില്ല. ഉറക്കത്തിൽ വന്ന് ദൂതന്മാർ പാടിത്തന്ന പാട്ടുകളുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ഞാനിന്ന് പരിശുദ്ധന്മാർ, ഇത് വേറൊരു ജനസ ഇവിടെ പൊങ്ങുന്നേ. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് വേറൊരു കൂട്ടം ജനസ. നിന്റെ ജീവിതത്തിലെ പിശാച് 1000 വോൾട്ടിന്റെ ബൾബ് കത്തിക്കുമ്പോൾ ദൈവം നിന്നെ അങ്ങ് സൂര്യനാക്കാൻ പോവാ. മനസ്സിലായില്ല. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പിശാച് എന്ത് ചെയ്താലും അതിനെ 10,000 മടങ്ങ് ഈ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ, ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ കാണാവോ? ആമേൻ. നടക്കുന്നവൻ പോലും അത് തട്ടിത്തെറിപ്പിക്കും, കാണത്തില്ല. എന്ന് പറഞ്ഞാൽ പിശാച് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഏറ്റവും വലിയ കാര്യവും
നിനക്കൊന്നുമല്ലാത്ത നിലകളിൽ കൈകളെ തൊടാൻ, കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ആത്മാവിൽ ഈ ദൂതുകളെ ഒന്ന് സ്വീകരിച്ചേ. സഭ ഒരുമിച്ചത് ഏറ്റെടുത്തേ. ആമേൻ. സംഭവിക്കട്ടെ വിടുതലുകൾ. അവൻ ആത്മനിറവിൽ ആലയത്തിൽ ചെന്നു. പറ. ഇപ്പോൾ അവൻ ചെല്ലുന്നിടത്തല്ല എന്താ? Come on. നിന്റെ വീട്ടിനകത്തെ അന്തരീക്ഷങ്ങൾ ദൈവം ചേഞ്ച് ചെയ്യും. നിന്നെ ഇന്ന് ഏറ്റവും അസ്വസ്ഥപ്പെടുന്ന വ്യക്തികൾ നിന്നെ എൻകറേജ് ചെയ്യുന്നവരായി മാറും. പറ്റുമെങ്കിൽ ഏറ്റെടുത്തോ. കാരണം ശൗലിനെ പോളാക്കിയ ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ശൗലിനെ പോളാക്കിയ ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. കൈ ഉയർത്തി ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചോ. കേൾക്കണം. എൻ്റെ കൂടെ ഈ ദൂതിൻ്റെ കൂടെ വരണം. ദൂതിൻ്റെ കൂടെ വരണം. യേശുമയോനൊരു ദൂത് കേട്ടു. കൂടെയുള്ളെല്ലാം മരിച്ചു. പക്ഷെ അവൻ മുറുകെ പിടിച്ചു. എനിക്ക് കാണണം, എനിക്ക് കാണണം. ഇനി അടുത്തൊരു കാര്യം, കാണുകയല്ല ചെയ്തത്, അവനതിനെ കയ്യിലെടുത്തു. എന്നിട്ട് സ്തുതിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇപ്പോഴോ നാഥ സമാധാനത്തോടെ എന്നെ പറഞ്ഞയക്കുക. ജാതികൾക്ക് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇനി ഞാൻ പൊക്കോളാം, ഇനി ഞാൻ പൊക്കോളാം. ഇന്ന് ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞാട്ടെ, കാണാനുള്ളതെല്ലാം കണ്ടിട്ടേ പോകത്തുള്ളൂ. ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടേ പോകാവൂ. ഇന്ന് അതേ ദൂത് തന്നെ ഞാൻ പറയുന്നു. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടേ പോകാവൂ, കാണാനുള്ളതെല്ലാം കണ്ടിട്ടേ പോകാവൂ, എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ടേ പോകാവൂ. കൈ ഉയർത്തിക്കേ, ആമേൻ പറഞ്ഞേ. അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. അതാ പറഞ്ഞത്, ഞാൻ വായിച്ച ദൂത് ഇനി ഇതിനേക്കാൾ ഭീകരമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അങ്ങനെ സെബൂലൂൻ ഗ്രഹത്തിലും നഫ്താലി ഇടത്തും കർത്താവ് വന്നു. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. വന്നപ്പോഴുണ്ടായ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പൊട്ടൽ പോയത്. എന്താണ്? ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണ നിഴലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇപ്പോൾ മരിക്കുന്നില്ലെന്ന് വെച്ചു. കൈ ഉയർത്തി ഞാൻ ആമേൻ പറഞ്ഞേ. ആയുസ് കൂടും. ഓഹ്, ആർക്കും വേണ്ട. ആയുസ് കൂടും. ഞാനെൻ്റെ വാക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യേശു ദേശത്ത് വന്നാൽ മാറ്റങ്ങളാണ്. അപ്പം എന്താണ് ആ യേശു അവിടെ വന്ന് പാർത്തപ്പോൾ സംഭവിച്ചത്? അത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു വന്ന് പാർത്തപ്പോൾ എന്താ സംഭവിച്ചത്? യെശയ്യാ പ്രവചനം 'യശയ്യാ വചനം കിടക്കണേ, ഒന്ന് വായിച്ചാട്ടെ. വായിച്ചിട്ട് നമുക്ക് നിർത്താം. യെശയ്യാ പ്രവചനം എത്ര അധ്യായമാണ്? പ്രാരംഭ അധ്യായങ്ങളിലാണ്. വാക്യം പറ മോനെ. 9-ാം അധ്യായം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു 1 മുതൽ വാക്യം വായിച്ചോ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. കേട്ടോ?
യേശു വന്ന് കഴിഞ്ഞ് എന്തൊക്കെ സംഭവിക്കുന്നതാണ് ദൂതുകൾ കേട്ടോ. പക്ഷേ യെശയ്യാപ്രവാചകൻ എഴുതിയത് എന്നാൽ എനിക്ക് പറയാൻ വന്നത്, ഇപ്പം യേശു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന ആദ്യം എഴുതിയത്. യേശു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതാണ് ആദ്യം എഴുതിയത്. അതിനാദ്യത്തെ വാക്കാണ് പറഞ്ഞത്, കഷ്ടതയിലിരിക്കുന്ന ദേശത്ത് തിമിരം നിൽക്കത്തില്ല. എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? ഒരു പ്രതീക്ഷയില്ലാത്ത ദേശത്തിനകത്ത് കഷ്ടത്തിൽ കിടക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഇനി ഒന്നും നടക്കത്തില്ല എന്നുള്ള ചിന്ത മാറും യേശു വരുമ്പോൾ. അതാണ് തുടക്കം. സേ ഹോപ്പ്, പ്രത്യാശ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞൊരു പ്രത്യാശ ഉണ്ടായില്ലേ? ഇല്ലേ മക്കളെ, എൻ്റെ ഇല്ലേ? അതാണ് കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ചിലപ്പോൾ 1 ലക്ഷം രൂപ കടമായിരുന്നു കാണാം, ഇപ്പോൾ 1.5 ലക്ഷമായി കാണും. അതൊക്കെ ആണെങ്കിലും അകത്ത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വഴികളപ്പം തുറക്കും, വാതിലുകളപ്പം തുറക്കും എന്നൊരു ചിന്ത വന്നില്ലേ? യേശു വന്നതിൻ്റെ തെളിവാ. കേട്ടില്ല? യേശു വന്നതിൻ്റെ തെളിവാ. അമ്മയും പറഞ്ഞിട്ട് യേശു വന്നതിൻ്റെ തെളിവാ. കഷ്ടതയിലിരിക്കുന്ന ജനത്തിന് തിമിരം നിൽക്കത്തില്ല. യേശു വന്നെങ്കിൽ നിൽക്കത്തില്ല. ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അല്ല, നിൻ്റെ മേൽ ഇനി ഇടിത്തി വീഴും. ഇനിയും ഈ തകർന്നിരിക്കുന്നവരുടെ അടുക്ക് വന്നോട്ട് ചിലർ പ്രവചിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇനിയും ആക്സിഡൻറ്റ് വരും, ഇനിയും ഉള്ളതെല്ലാം മുടിയും. ഞാൻ അവന്മാരൊന്നും അടുപ്പിക്കത്തേ ഇല്ല. ഒന്നാമത് ഇവൻ അറ്റാക്ക് വരാതെ നമ്മൾ ഒരു വിധത്തിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരൊറ്റെണ്ണത്തെ അടുപ്പിക്കത്തില്ല. കാരണം അവരിതിനെയൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ. അവരിതിനെയൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ആകും. കഷ്ടതയിലിരിക്കുന്ന ജനത്തിന് ഇനി മങ്ങൽ വരത്തില്ല. തിമിരം വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നേ? കണ്ണ് കാണാതാവും, കാഴ്ച കുറയും. ഇനി വരത്തില്ല. കാരണം നിന്റെ കണ്ണങ്ങ് ഈ തിമിരം വരത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രകാശിക്കുന്നല്ലേ? നിങ്ങൾ അമ്മയും പറഞ്ഞില്ല, കാണേണ്ടതുപോലെ കാണുമെന്നല്ലേ? ഇപ്പൊ മങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ ഷൈൻ ആകുമെന്നല്ലേ? അമ്മയും പറഞ്ഞേ, നിന്റെ പ്രശ്നങ്ങളൊന്നും ഇനി കൂടാൻ പോകുന്നില്ല, കുറയാൻ പോവുക. അല്ല, രാമയും പറഞ്ഞോ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഇനി കൂടാൻ പോവല്ല. ഉറക്കെ പറഞ്ഞോ, ഈ ദൂത എന്നോടാന്ന് പറഞ്ഞ് എടുത്തോണം. കഷ്ടതയിലിരിക്കുന്ന ജനത്തിന് തിമിരം നിലനിൽക്കത്തില്ല. ഇനി അടുത്തതിലോട്ട് കയറിക്കോ. യേശു വന്നാലുണ്ടാകുന്ന കാര്യമാണേ. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞു. യേശു വന്നാൽ ഹീനതയല്ല, മഹത്വം വരുത്തും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു. കഷ്ടത മാറ്റും, പ്രത്യാശ വരുത്തും. ഒന്നാമത്തെ ദൂത യേശു വന്നാൽ. രണ്ടാമത്തെ ദൂതാണ് ഹീനത മാറ്റിയിട്ട്
മഹത്വം വരുത്തും. ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഈ വചനമാണോ വല്ലവരും വിശ്വസിക്കണേ? അല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ, ഇതേ ബൈബിൾ വല്ല ആണോ? അത് ആ സ്ഥലത്ത് വേറെ എന്തേലും ആണോ എഴുതി വെച്ചേക്കണേ? ആണോ? പിന്നെ എന്നാ നിനക്ക് ഇത്ര വിശ്വസിക്കാൻ പാട്? ഹീനത വന്നിടത്ത്, ഹീനത എന്ന് പറഞ്ഞ എന്നതാ? അഴുക്ക്, ചെളി, ചളി, ക്ലോസറ്റ് പോലെയുള്ള ഇതിൻ്റെ ലൈഫ്. ഹീനത വന്നിടത്ത് ഞാൻ മഹത്വം വരുത്തും. കാണാൻ പറ്റുമോ നിനക്ക് ദൂത്? നീ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തല താഴ്ത്തി തകർന്ന് തരിപ്പിണമായ ഇടത്ത് തന്നെ നിന്റെ തലയെ അവൻ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. ഞാൻ ഈ വചനം തന്നെ അങ്ങ് പറയുന്നേ. ചിലരുടെയൊക്കെ ബൈബിളിൽ ഈ വാക്യം ഇല്ല. എനിക്കതെന്താണെന്ന് അറിയത്തില്ല. അവരിതിനെല്ലാം പ്രോസ്പെരിറ്റി ആയിട്ട് വെച്ചേക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് ഈ വചനം പ്രോസ്പെരിറ്റി ആണോ പ്രോസ്പെരിറ്റി അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. ഹീനത വന്നിടത്ത് അവൻ മഹത്വം വരുത്തും. ഹീനത വന്ന അതേ മണ്ഡലത്തിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഭാഷയൊക്കെ ഉണ്ട് കേട്ടോ, മണ്ഡലം കണ്ടോ. നമ്മളൊക്കെ പറയാ നിന്റെ വിശ്വാസത്തിന്റെ മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അല്ലേ? ആത്മീയ മണ്ഡലം കേട്ടില്ലേ? ഇങ്ങനെ ഞാൻ മണ്ഡലം കൊടുത്തു. ഈ എന്താ ഇവർ ഈ മണ്ഡലം മണ്ഡലം എന്ന് പറയുന്നത്? ദേ ഇവിടെ കിടക്കുന്ന മണ്ഡലം, അങ്ങനല്ലേ മോനെ എഴുതിയേക്കുന്നത്? ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. ഞാൻ മഹത്വം വരുത്തും. യേശു വന്നെങ്കിൽ മഹത്വം വരും. യേശു വന്നെങ്കിൽ മഹത്വം വരും. ആമേൻ പറഞ്ഞില്ല? യേശു വന്നെങ്കിൽ പറഞ്ഞോ. നിന്റെ വീട്ടിനകത്ത് തീർന്ന വീഞ്ഞിന്റെ സ്ഥലത്ത് യേശു വന്ന അയ്യോ പത്തോന്ന് വെച്ചോണ്ട് പോകത്തില്ല. തീർന്ന വീഞ്ഞിന്റെ സ്ഥലത്ത് പച്ചവെള്ളത്തെ കൊണ്ട് വീഞ്ഞാക്കിയിട്ട് തൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തി ഇരിക്കും. യേശു വന്നോ കാര്യങ്ങൾ തിരിഞ്ഞിരിക്കും. അത് വേറെ കാര്യമാണ്. ആമേൻ ആമേൻ. അതുകൊണ്ട് നീ എപ്പോഴും പറയണം യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല? യേശു വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു. യേശുവേ, യേശു വന്നിട്ടുണ്ടോ? യേശു വന്നിട്ടുണ്ടോ? കല്ലറിനവന് പൊക്കിയിരിക്കും. നീ പോലും പറയും നാറ്റം വെച്ചെന്ന്. നീ പോലും പറയും യോ അവൻ രക്ഷ പിടിക്കത്തില്ലെന്ന്. ഇങ്ങനെ നിന്റെ തലമുറ രക്ഷ പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ചിലരിവിടെ ഉണ്ട്, ഇന്നുണ്ട്. ഈ വചനം കേൾക്കുന്നുണ്ട്. ദൈവം വിചാരിച്ചാൽ പോലും നടക്കത്തില്ല പാസ്റ്ററേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലരിവിടെ ഉണ്ട്. പക്ഷേ നിന്റെ വിശ്വാസത്തെ പോലും അവൻ ആധാരമാക്കാതെ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? നിന്റെ വിശ്വാസത്തെ പോലും അവൻ ആധാരമെടുക്കാതെ വന്ന വരവ് മുതലാക്കിയിട്ടേ അവൻ പോകത്തുള്ളൂ. ആമേൻ ആമേൻ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. യേശു ഒരിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ പോകത്തില്ല. വന്നത് മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. ആമേൻ പറഞ്ഞില്ല? ഓടിച്ചു വിട്ടാലും വന്നത് ഉറക്കെ പറഞ്ഞേ മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. നിന്റെ വീട്ടിൽ കർത്താവ് വന്നെങ്കിൽ മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇതൊരു ദൂത. നിന്റെ വീട്ടിൽ കർത്താവ് വന്നെങ്കിൽ മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇതൊരു ദൂതാണ്. എനിക്ക് വീണ്ടും അത് പറയാൻ പോകുന്നു. നിന്റെ വീട്ടിൽ കർത്താവ് വന്നെങ്കിൽ മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. ദേശത്ത് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാരുടെ പന്നി മൊത്തം പോയി. കേട്ടില്ല? എന്താണ്? പന്നി മൊത്തം പോയി. നാട്ടുകാർ കാലി പിടിച്ചു പറഞ്ഞു, കൈകൂപ്പി പറഞ്ഞു, വരരുതേ, പോണേ. നമ്മളെല്ലാം ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. യേശുവിനെ ഓടിച്ചു വിടുന്ന, പരിശുദ്ധാത്മാവിനെ ഓടിച്ചു വിടുന്ന, സാന്നിധ്യത്തെ ഓടിച്ചു വിടുന്ന. കേട്ടില്ല? നല്ലൊരു സാന്നിധ്യം വന്നാൽ അങ്ങ് ഓടിച്ചു വിടും. നല്ലൊരു അഭിഷക്തം വന്നാൽ ഓടിച്ചു വിടും. യേശു വന്നാലും ഓടിച്ചു വിടും. വരരുതേ, ഞങ്ങളുടെ സിസ്റ്റം ഒന്നും പൊളിക്കാൻ പറ്റത്തില്ല ബ്രദറേ, ഞങ്ങൾക്കിത് വേണ്ട.
കേട്ടില്ല. ആമേൻ പറഞ്ഞില്ല. യേശുവിനോട് കൈകൂപ്പി പറയുമോ, പോക്കോളാമോ, പ്ലീസ് ഒന്ന് പോകാമോ? പല സഭകളിൽ അങ്ങനെ പറഞ്ഞത്, പരിശുദ്ധാത്മാവേ ദയവ് ചെയ്ത് വരരുത്, വന്നാൽ ഇനി ഒരുത്തനെങ്കിലും വീണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം മൊത്തം പൊളിയുമല്ലോ. കേട്ടില്ല. പരിശുദ്ധാത്മാവേ നീ വരരുത്. ആഫറിനിട്ട് ഒരുത്തനെങ്കിലും അന്യഭാഷ പറഞ്ഞാൽ എൻ്റെ പ്രസംഗം പൊളിയുമല്ലോ. നിന്റെ പ്രസംഗം പൊളിയട്ടെ. ഒരാമേൻ പറഞ്ഞേ. അതുകൊണ്ട് പ്രസംഗം പൊളിയാതിരിക്കാൻ വേണ്ടി 3 പേരെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. ചിലർ പറയും പരിശുദ്ധാത്മാവേ നീ വരരുത്, സാന്നിധ്യമേ നീ വരരുത്. ഹല്ലേലൂയ. ചില ചർച്ച ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്ററെ ആത്മനിയോഗത്തോടെ പ്രസംഗിച്ചോണം, 1:30 ആകുമ്പോൾ നിർത്തണം. കേട്ടില്ല. ഇവിടെ നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ ബസ് പോകുന്ന സമയത്തിന് പൊക്കോണം. എൻ്റെ പ്രസംഗം തീർന്നിട്ടൊന്നും നിങ്ങൾ പോകാൻ നോക്കുകയേ വേണ്ട. ചിലപ്പോൾ ഇനി ഇത് നിർത്താതെ ഇനി ചിലപ്പോൾ 1 വർഷം വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്നെ ചില സമയത്തൊക്കെ പേടിക്കണം കേട്ടോ. പേടിക്കണ്ടെന്ന് പറയല്ല, പേടിക്കണം. ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനെ ഞാൻ നോക്കത്തില്ല. നിങ്ങൾ കേട്ടില്ല, ഒറ്റ മനുഷ്യനെ ഞാൻ നോക്കത്തില്ല. കാരണം ഒറ്റ മനുഷ്യനുമല്ല എന്നെ ഇവിടെ എത്തിച്ചത്, ദൈവസാന്നിധ്യം മാത്രമാണ്. അവിടെ ഞാൻ ദാവീദ് പറഞ്ഞ പോലെ പറയും, ഞാൻ ഈ സാന്നിധ്യത്തിന് മുമ്പിൽ ആമേൻ കിടന്നാരാധിക്കും. കാരണം കാട്ടിക്കിടന്ന് എന്നെ രാജാവാക്കിയത് നിന്റെ അപ്പനല്ല, എൻ്റെ ദൈവമാണ്. ഇതുപോലൊക്കെ നമ്മെ ആക്കിയത് ഒരു മനുഷ്യനുമല്ല. കൈകളെ ഉയർത്താൻ പറ്റുമോ? ഇതുപോലൊക്കെ നമ്മെ ആക്കിയത് ഒരു മനുഷ്യനുമല്ല, ദൈവമാണ്. കൈ ഉയർത്തി രാമേൻ പറഞ്ഞു, ദൈവമാണ്. അങ്ങനെ ഉറപ്പുള്ളവരെ കൈ ഉയർത്തി രാമേൻ പറഞ്ഞു, ദൈവമാണാക്കിയത്. ബ്രദറെ, ദൈവമാണാക്കിയത്. നിന്റെ ജീവിതത്തിനകത്ത് നീ തകർന്നു പോകണ്ട. 100 ഇടങ്ങളിൽ നിന്നെ പിടിച്ച് നിർത്തി ഇവിടം വരെ എത്തിച്ചത് ദൈവമാണ്. ചിലരൊക്കെ നിനക്കെതിരായിട്ട് നിൽപ്പുണ്ട് ഇപ്പോഴും. ചിലരൊക്കെ നിന്റെ ആത്മീയ ജീവിതത്തെ ചോദ്യചിഹ്നം പോലെ കാണുന്നുണ്ട്. പക്ഷേ അവരാരുമല്ല നിന്നെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ 2 കര ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവിനോട് കൈ തൊഴുതു പറഞ്ഞു, പോകാവോ? പക്ഷെ എൻ്റെ വാക്ക് യേശു മുതലാക്കിയിട്ടേ പോത്തുള്ളൂ. കേട്ടില്ല. യേശു എവിടെയെങ്കിലും ചെന്നെങ്കിൽ മുതലാക്കിയിട്ടേ പോകാം. യേശു പോകാൻ ഇറങ്ങിയപ്പോൾ സൗഖ്യമായ 6000 ഭൂതമുള്ള പിടിച്ച ഈ ചെറുക്കൻ ഓടി വന്ന് യേശുവിൻ്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകാവോ, എന്നെ കൊണ്ടുപോകാവോ, എന്നെ കൂടെ കൊണ്ടുപോകാമോ? യേശു പറഞ്ഞു, നിന്നെ കൊണ്ടുപോകത്തില്ല, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോകാം. കേട്ടില്ല. എടാ, എന്നെയല്ലേ കയറ്റാത്തത്, നിന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കത്തില്ലല്ലോ. എനിക്ക് പകരം നീ അങ്ങ് നിന്നാ മതി. ആമേൻ പറഞ്ഞില്ല, എനിക്ക് പകരം. ആമേൻ. കൈ എനിക്കത് ഭയങ്കര ദൈവസാന്നിധ്യം. എനിക്ക് പകരം നീ അങ്ങ് നിന്നാ മതി. എന്നെയല്ലേ കേട്ടാത്തത്, പക്ഷെ നീ ഇവിടെ നിന്ന് നീ ഇതിനെ എല്ലാത്തിനെയും പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിന്നത് ഭയങ്കര ചിലർക്ക് ചില ദേശങ്ങൾ ദൈവം കൊടുക്കാൻ പോവാ. ആമേൻ പറഞ്ഞു. ചിലർക്ക് ദൈവം ദേശങ്ങളെ കൊടുക്കാൻ പോവാ. അമ്മച്ചി, ഈ പ്രാർത്ഥന ഒന്നും കുറയ്ക്കരുത്. അവിടെ ഉണർവുണ്ടാവും, ആ ദേശത്തിന്മേൽ ചലനങ്ങളുണ്ടാവും. എന്നെ ആത്മാവ് കാണിക്കുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. ഇന്ന് കാണുന്നത് ഒരു വരണ്ട് ഉണങ്ങിയ സ്ഥലങ്ങളാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ജനങ്ങൾ വരുന്നത് കാണുന്നു, കുടുംബങ്ങൾ ഇറങ്ങി വരുന്നത് കാണുന്നു. അതിൽ പ്രത്യേകിച്ച് യുവതലമുറകൾ വരുന്നത് കാണുന്നു. ചെന്ന് നേടാൻ പറ്റുന്നില്ലായിരിക്കാം,
പ്രാർത്ഥന കുറയ്ക്കരുത്. ഒരു ദൈവപ്രവൃത്തി നടക്കും. കൈകളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. എനിക്കറിയില്ല ഒരു അസാധാരണ കാര്യം. ഞാൻ ഒന്നുകൂടെ പറയാം. യേശു വന്നാൽ മുതലാക്കിയിട്ടേ പോത്തുള്ളൂ. നിന്റെ വീട്ടിൽ യേശു വന്നാൽ മുതലാക്കിയിട്ടേ പോത്തുള്ളൂ. എമ്മയും പറ, എന്തെങ്കിലും ചെയ്തിട്ടേ പോത്തുള്ളൂ. ഇറക്കി വിടുന്നതിൻ്റെ ഇപ്പുറം അവനൊന്ന് ചെയ്തിരിക്കും. ഹീനത വന്ന ദേശത്ത് അവൻ മഹത്വം വരുത്തും. അമ്മയും പറ. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങളുടെ തല ഉയർന്നിരിക്കും. അപ്പനുള്ളത് കൊണ്ടോ അമ്മയുള്ളത് കൊണ്ടോ ഗൾഫിൽ മക്കളുള്ളത് കൊണ്ടോ അമേരിക്കയിൽ ആരാണ്ട് ഉപ്പാപ്പനുള്ളത് കൊണ്ടോ അല്ല, നിന്റെ വീട്ടിൽ യേശു ഉള്ളത് കൊണ്ട്. ഞാൻ 10 കോടിയുടെ വിലയുള്ള പേപ്പറിനകത്ത് എഴുതി ഉറപ്പിച്ചു തരാം, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം യേശു ഉണ്ട്. യേശു വന്നാൽ കഷ്ടതയിലിരിക്കുന്നവർക്ക് പ്രത്യാശയുണ്ടാവും. യേശു വന്നാൽ ഹീനതയിൽ ഇരിക്കുന്നവർ പറഞ്ഞോ മഹത്വത്തിലേക്ക് എത്തും. തീർന്നോ? അടുത്ത വാക്ക് പിടിച്ച്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരിക്കുന്നവർക്ക് വലിയൊരു വെളിച്ചം കണ്ടു. ആമേൻ പറ. ഒരു വഴിയുമില്ലാതെ ഇരിക്കുന്ന നീ വലിയ വെളിച്ചം കാണും. കാരണം അത് യേശുവാണ്. കൈകളെ ഉയർത്തിക്കേ. തീർന്നില്ല. അടുത്ത വാക്ക്. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ആണ്ട അന്ധതമസ്സിൽ പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന് പറഞ്ഞാൽ അന്ധകാരം പിടിച്ചവനെല്ലാം 1000 വാൾട്ടിന്റെ ബൾബായെന്ന് കാണാൻ പറ്റും. ആമേൻ പറഞ്ഞാട്ടെ. മോനെ വാക്യം പറഞ്ഞേ. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. എന്താ മോനെ വാക്യം? വേറൊരു ട്രാൻസാക്ഷനില് മരണനിഴലിന്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. കേട്ടോ, മരണനിഴലിന്റെ ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. എന്ന് പറഞ്ഞാൽ നീ അന്ധതയിലാ കിടന്നേ, പക്ഷെ നീ ഒരു വെളിച്ചമാകാൻ പോവാ. ആ ദൂതന്റെ ഡിഫറൻറ്റ് എത്ര ഭയങ്കരമല്ലേ. അന്ധകാരത്തിൽ കിടന്നവർക്ക് വെളിച്ചം കിട്ടിയെന്നല്ല, അവനൊരു വെളിച്ചമായി. അതിന്റെ അർത്ഥമാണ് ഇന്ന് ദൂത വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ ആയിരിക്കും നിന്റെ ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്നത്. നീ നിന്റെ ദേശത്തിന്റെ ഇരുട്ട് മാറ്റിയെങ്കിൽ നിന്റെ വീട്ടിലെ ഇരുട്ട് മാറത്തില്ലേ? അത്ഭുതങ്ങളെ വിശ്വസിച്ചോണം. തീർന്നില്ല മക്കളെ? വായിച്ചേ. ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല, വാക്ക് മാത്രം വായിച്ച് നിങ്ങളെ വിടാം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ, ഇനി ഒന്ന് പിടിച്ചോണേ. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കും. ഭയങ്കര ഇൻക്രീസ് ഉണ്ടാവും, വർധനവ. അമ്മേ പറ, വർധനവ്. എവറി ഏരിയ നീ വർദ്ധിക്കാൻ പോവാ. ഇതൊരു പ്രോമിസാ. കർത്താവ് വന്നെങ്കിൽ വർദ്ധിക്കും. ആമേൻ പറഞ്ഞേ. കർത്താവ് വന്നെങ്കിൽ, സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തേ. കർത്താവ് വന്നെങ്കിൽ വർദ്ധിക്കും. നിന്റെ എണ്ണ വർദ്ധിക്കും, നിന്റെ അഭിഷേകം വർദ്ധിക്കും, നിന്റെ പാനപാത്രം വർദ്ധിക്കും, നിന്റെ സമ്പത്ത് വർദ്ധിക്കും. പറ ആമേൻ പറ. നിന്റെ മാന്യത വർദ്ധിക്കും. ഒന്നും തീരത്തില്ല. ഞാനീ പറയുന്നത് യേശു വന്നാൽ നടക്കുന്ന കാര്യമാണ്. നിന്റെ അധ്വാനം ഒന്നും അല്ല, പരിശ്രമം ഒന്നും അല്ല. യേശു വന്നാൽ നടക്കുന്ന കാര്യമാണിത്. ഇൻക്രീസ്. ഇവിടെ ഈ ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ട് ശാസിക്കണോ? പറ. ഈ ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ട് പോയെന്ന് പറഞ്ഞ് ശാസിക്കണോ? മൈക്കിനകത്തൂടെ പ്രവചിക്കണോ? ഇട്ടാ മതി. അതിൻ്റെ എഫക്റ്റാ ഇരുട്ട് പോയിരിക്കും.
യേശു വന്നാൽ വർദ്ധിക്കാത്തവൻ വർദ്ധിക്കും. എടുത്തോണം കേട്ടോ, നിങ്ങൾ എടുത്തോണം. ആവശ്യമില്ലാത്തവരൊക്കെ വിട്ടാരെ. വചനം എപ്പോഴും ഞാൻ പറയുമ്പോൾ പറയും, ചിലരൊക്കെ ഒരു പ്രസംഗം കഴിഞ്ഞ് തീരുമ്പം കുറേ എണ്ണ വിട്ടിട്ട് പോകും. മിടുക്കന്മാർ കൊട്ടയ്ക്കകത്തത് പെറുക്കിയെടുക്കും. കാരണം വർദ്ധിപ്പിച്ച ദൈവമല്ലേ ഇട്ടത്. പിണങ്ങരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും യോഗത്തിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കൊട്ടയും കൂടെ കാണണം. കാരണം ചിലരൊക്കെ ദൂത് ഇവിടെ ഇട്ടിട്ട് പോകും, പക്ഷെ നീ ചുമന്നോണ്ട് പോകണം അത്. ആമേൻ. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കും. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. എനിക്ക് ഈ വചനമാണ് ഭയങ്കര ടച്ചിങ് ആയി പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ പോകാൻ്റെ തിരക്കരുത്, എവിടെ ടച്ച് ആകുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞേക്കാം, മോനെ വായിച്ചേ. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലത്തെ ആനന്ദവുമായിരിക്കും. എന്താ ഈ സംഭവം? കൊള്ള പങ്കിട്ടിട്ടുമില്ല, കൊയ്ത്തുകാലവും ഇല്ല, പക്ഷെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഒരു കാരണവുമില്ലാതെ നീ സന്തോഷിക്കും. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. തിരിച്ചൊരു കാര്യം പറയാം. ഈ പിശാച് തലയ്ക്കകത്തോട്ട് കയറുമ്പോഴേ, കുടുംബത്തിനകത്തോട്ട് കയറുമ്പോഴേ ഒരു സങ്കടമാ. എന്നാ സങ്കടപ്പെടുന്നേ? എന്നാന്നറിയത്തില്ല ബ്രദറെ. ഭയങ്കര സങ്കടമാണ് ബ്രദറെ. വീട്ടുവിലാസമുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ചു. മക്കളുണ്ട്. പ്രശ്നം വല്ല ഉണ്ടോ? ഇല്ല. രാവിലെ കഴിച്ചു. ഉടുക്കാനുണ്ടോ? ഉടുത്തു. പിന്നെ എന്നാ സങ്കടം? അറിയില്ല ബ്രദറെ. പിന്നെ ആ സങ്കടപ്പെട്ടവരെ പൊക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് പിക്കാസ്, അലവാങ്ക്, കൂടം വെച്ച് ഇളക്കാം. നിന്റെ തലമണ്ടയിൽ പിശാചുണ്ട്. കേട്ടില്ല. ആരും അമ്മയും പറഞ്ഞില്ല. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഉറക്കെ ആമയും പറഞ്ഞ പുള്ളി ഇറങ്ങിപ്പൊക്കോളൂ. ചിലർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ജീവിതം തീരുക. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. ഗ്ലോറി. ചുമ്മാ അങ്ങ് നിരാശയാ. എന്നാ പറ്റി? അറിയില്ല ബ്രദറെ, ഭയങ്കര സങ്കടം. പക്ഷെ യേശു വന്നാൽ കൊയ്ത്ത് കാലത്തെ സന്തോഷം പോലത്തെയും കൊള്ള പങ്കിടുമ്പോൾ കിട്ടുന്ന ആനന്ദം പോലത്തെയും ആകുന്നു. ഒരാനന്ദം കർത്താവ് അങ്ങ് തരും. കൈയടിച്ചൊരാമയും പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. നീ അങ്ങ് സന്തോഷത്തിലായിരിക്കും. ഒരാമയും പറയും, ഇത് ദൈവം തരുന്ന സന്തോഷമാണ്. പിശാച് വലിയ സങ്കടപ്പെടുത്തേണ്ട കാര്യം പറഞ്ഞിട്ട് നിന്റെ അടുക്ക് വരും, പറയും, ഓ ഇതേ ഉള്ളൂ, യേശുനാഥി മാറട്ടെ, അത്രയും പറയും. അവൻ വന്ന വഴിക്ക് പുല്ല് പോലും കിളിക്കാതെ പോകും. ജോയ് നിറഞ്ഞ ഒരു തലമുറ ഇത് എഴുന്നേൽപ്പിക്കാൻ പോവാം. ഒത്തിരി കരഞ്ഞല്ലേ മതി കരഞ്ഞത്, ഒത്തിരി ദുഃഖിച്ചതല്ലേ മതി ദുഃഖിച്ചത്, ഒത്തിരി വേദനിച്ചതല്ലേ മതി വേദനിച്ചത്. ഒന്ന് സന്തോഷിക്കുന്ന സമയം. ആ സന്തോഷം എവിടെ കിട്ടും? കർത്താവിൽ നിന്ന് നിനക്ക് കിട്ടും. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നിന്നെ ഒരു വിഷയങ്ങൾക്ക് പോലും നിരാശപ്പെടുത്താൻ കഴിയാത്ത നിലകളിൽ നീ ദൈവ സമാധാനത്താലും സന്തോഷത്താലും നിറയാൻ പോകുകയാണ്. ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ബ്ലെസ്സിങ്. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിന്റെ ഹൃദയങ്ങളിലും
നിനവുകളിലും വസിക്കുമാറാകട്ടെ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എനിക്കറിയില്ല, ഇത് ദൈവം തരുന്ന ഒരു സാധനമാണ്. കൊയ്ത്തുകാലത്തെ പോലെയും കൊള്ള പങ്കിടുന്ന പോലത്തെയുമുള്ള സന്തോഷം ഞാൻ നിനക്ക് തരും. എന്നെ കൊണ്ട് ബ്രദറെ ചോദിക്കുമ്പം നിനക്ക് പറയാം 100 കാര്യം ഉണ്ടായിരിക്കും. അല്ലാതെ ഈ കണ്ണുനീരെല്ലാം സൂക്ഷിച്ചു വെക്ക്, ഇനി വലിയ വേനൽ വരുന്നുണ്ട്, നിന്റെ ടാങ്ക് നിറയ്ക്ക്. ആരും കേട്ടില്ല. ചിലരുടെയൊക്കെ കണ്ണുനീരുണ്ടെങ്കിൽ ഒരു വേനൽക്കാലം അതിജീവിക്കാം. ആരും മിണ്ടുന്നില്ല. ദൈവസന്നിധിയിൽ കരയത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി നേരം ഒന്നും ആരും കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് സത്യമായ കാര്യമാണ്. ദൈവസന്നിധിയിലൊന്നും ഒത്തിരി നേരം കരയാൻ അനുവദിക്കത്തില്ല. ഹന്ന വന്ന് ഒന്ന് കരഞ്ഞു, പിന്നെ കരഞ്ഞിട്ടില്ല. കാരണം ഒറ്റ കരച്ചിൽ ഒരു ശവമേലായി തീർന്നു. നമ്മളിപ്പുറത്ത് നിന്ന് കരഞ്ഞ് ഉള്ള ശവമേലെല്ലാം കൊല്ലുക. മഗ്ദലക്കാരത്തെ മറിയ ഒറ്റ കരച്ചിൽ. നീ കരയുന്ന എന്തെന്ന് ഒറ്റ ചോദ്യത്തിൽ ആദ്യത്തെ അപ്പോസ്തലന്മാരുടെ സുവിശേഷക ആമേൻ പറഞ്ഞില്ല. ഒറ്റ കരച്ചിൽ പറഞ്ഞു, നീ പോയി സുവിശേഷം പറ, ശിഷ്യന്മാരോട് ചെന്ന് പറയണം ഞാൻ ഉയർത്തുന്നത് എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തത് മഗ്ദലക്കാരത്തി. നീ കരയാണെ ദൈവസന്നിധി കര, നിന്നെ ദൈവം അങ്ങ് ഉയർത്തും. കൈകൾ ഉയർത്തിയോ? ഹല്ലേലൂയ. നല്ല ദൈവമല്ലേ? പെട്ടെന്ന് പറയാം, അടുത്ത വാക്യം കൂടെ. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ എൻ്റെ പൊന്നെ, യേശപ്പ വന്നാൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. മക്കളെ ഒന്നുകൂടെ ഉറക്ക വായിച്ച ഇവര് കേട്ടില്ല. അവൻ ചുമക്കുന്ന നുകവും നുകം അവന്റെ ചുമലിലെ കോലും അവന്റെ ചുമലിലെ കോലും അവൻ എവിടെയാ? ചുമരിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. എട്ടപ്പെടല ഇത്. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. യേശു വന്ന നുകവും തീരും, ചുമടും മാറും, വടിക്കുന്നവന്റെ വടി ഓടിയും. ആരും എടുത്തില്ല. കൈകളെ ഉയർത്ത. വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തേ. എല്ലാവരും ശബ്ദം ഉയർത്തി അതിനൊരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ മേലുള്ള നുകം മാറും, നിന്റെ തലമേലുള്ള ചുമട് മാറും. നിന്നെ അടിക്കുന്ന കുറെ വടിയുണ്ട്. ആരെങ്കിലും ഇതിനൊക്കെ ആമേൻ പറയുന്നുണ്ടോ? എനിക്കറിയില്ല. ഭയങ്കര സ്വാതന്ത്ര്യം ദൈവം തരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്കാട്ടോ, ഉറങ്ങുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്കാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്കാണ്. ഇത് കേൾക്കുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്കാണ്. നിന്റെ ചുമടും നിന്റെ നുകവും നിന്നെ അടിക്കുന്ന വടിയും ഞാൻ ഓടിച്ച് കളയും. അതിനെ ഓടിച്ച് 3 മടക്കി എറിയും ദൈവം. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ആമേൻ പറഞ്ഞത്. അമരീരച്ചാനൊക്കെ ഇതിന് എന്തൊക്കെയോ വ്യാഖ്യാനം സാവിച്ചാനും കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൈകളെ അടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. എന്തോ സംഭവിക്കുന്നു കേട്ടോ. ഞാൻ ഇന്ന് ആത്മാവിൽ പറഞ്ഞ ചിലത് നിൽക്കും. നിന്റെ തലയിൽ നിന്ന് ചിലത് അഴിഞ്ഞു മാറും. നിന്റെ തോളിൽ നിന്ന് ചിലത് അഴിഞ്ഞു മാറും. നിന്നെ അങ്ങനെ തകർക്കുന്ന ചില വടികൾ ഒടിയും. നിന്നെ അടിക്കുന്ന ചില രോഗത്തിന്റെ വടിയാണെങ്കിൽ അത് ഒടിയും. നിന്നെ തകർക്കുന്ന ചില പാപത്തിന്റെ വടിയാണെങ്കിൽ അത് ദൈവം ഒടിക്കും.
നിന്നെ തകർക്കുന്നില്ല. കുടുംബ പ്രശ്നത്തിന്റെ വടിയാണെങ്കിൽ അതിനെ ദൈവം ഒടിക്കും. ഞാൻ ആത്മാവിൽ അത് പ്രവചിച്ച് അതിനെ ആത്മാവിൽ ഒടിക്കുകയാണ്. രണ്ട് കൈകളെ ഉയർത്തി അതൊന്ന് പിടിച്ചേ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം ഈ വചനം. നിങ്ങൾ ആരും എടുക്കരുതേ. എനിക്ക് വേണം ഈ വചനം. നീ അഭിഷേകം ചുമക്കേണ്ടവനാ. നിന്റെ തോളിൽ നുകം വെക്കേണ്ടതല്ല, നിന്റെ തോളിൽ ആധിപത്യം വെക്കേണ്ടവനാണ്. നീ അടി ഉള്ളവണ്ടല്ല, നീ ആ പല അന്ധകാര മണ്ഡലങ്ങളെ അന്നത്തെ യാക്കോബിനെ പോലെ കാലേബിനെ പോലെ അടിച്ചോടിക്കേണ്ടവനാണ്. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും. നിന്റെ വിടുതൽ ഈ വചന കേൾവിയിൽ തന്നെ നടക്കും. ചില പ്രശ്നങ്ങൾ ഇന്ന് ദൈവം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. യേശു വന്നാൽ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് നടക്കും. അതിനകത്തേക്ക് ഈ വചനം പറഞ്ഞ് കയറ്റുവാൻ നിന്നെ. 3 വാക്യോടെ വായിക്കും, വ്യാഖ്യാനിക്കത്തില്ല. അടുത്ത വാക്യം. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. കേട്ടോ? എന്താ പറയാ വാക്യം? എന്താണ്? ഒച്ചയോടെ ചവിട്ടുന്ന യോദ്ധാവിന്റെ ചെരുപ്പിന്റെ ചെരുപ്പൊക്കെയും ഒച്ചയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായി എന്ന് പറഞ്ഞാൽ നിന്റെ യുദ്ധങ്ങൾ അവസാനിക്കും. എല്ലാവരും ആമേൻ പറഞ്ഞു കേട്ടോ. നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഹല്ലേലൂയ. യോദ്ധാക്കളില്ല, രക്തം പുരണ്ടവരില്ല എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, മത്സരങ്ങൾ. നിങ്ങൾക്കിതിൻ്റെയൊക്കെ വ്യാഖ്യാനം അറിയണമെങ്കിൽ മോശയോട് അമ്മയോട് ചോദിക്കണം. ആ കൊച്ചിനെ വളർത്തുമ്പോൾ വീടിൻ്റെ മുറ്റത്തു കൂടെ ബൂട്ടിട്ടവൻ്റെ ഒച്ച കേൾക്കാം. വീടിൻ്റെ മുറ്റത്ത് കൂടെ ബൂട്ടിട്ടവൻ്റെ ഒച്ച കേൾക്കാം. രക്തം ധരിച്ച വസ്ത്രവുമായി നടക്കുന്നവനെ കാണാം. കാരണം ഇസ്രായേൽ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ വേണ്ടി ഫറവോന്റെ സൈന്യം ഓരോ കൂടാരത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മോശയുടെ പൊത്തിപ്പിടിച്ച് ഒരപ്പനും അമ്മയും കരയുന്നുണ്ട്. കരയല്ലേ എൻ്റെ കുഞ്ഞ്, കരയല്ലേ എൻ്റെ കുഞ്ഞ്, ചലിക്കല്ലേ. മനസ്സിലാകുന്നുണ്ട്? കൈ ഉയർത്താൻ പറ്റുമോ? കാരണം ഒരു ശബ്ദം കേട്ടാൽ കുഞ്ഞിൻ്റെ രക്തം വീഴും. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ അതിനെ നിർത്തും. ഗ്ലോറി. കൈകളെ ഉയർത്തി ആമേൻ. നിന്റെ തലമുറകളെ കൊന്നുകളയുന്ന, നിന്റെ കുടുംബത്തിനകത്ത് തകർച്ച കൊണ്ടുവരുന്ന ചില ഇരുട്ടിൻ്റെ വരുത്തു പോക്കുകൾ, നിന്റെ കുടുംബത്തിനകത്ത് കയറി ഇറങ്ങി നിരങ്ങുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, അതര ജനക ധരികടക ബധുരികടകദന കതലക ജലമധുവിനികടകെ സാന്തുരിമിനി കബലദല ബധുരബലവട. പൊട്ടിക്ക് 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 പൊട്ടിക്ക്. നിന്നെ തകർത്ത് കളയാൻ, നിന്നെ നശിപ്പിച്ചു കളയാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വട്ടം കറങ്ങി നടക്കുന്ന ഇരുട്ടിന്റെ കോട്ടകൾ ആത്മാവിന്ന് പറയുന്നു, ഞാനതിനെ മാറ്റും. നീ ഭയമില്ലാതെ ജീവിക്കും. എന്തോ ഒരു വചനം. മോനെ ഒന്നുകൂടെ വായിച്ച എനിക്ക്. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പിന്റെ
ഒച്ചയും രക്തം പിരണ്ട വസ്ത്രവും വിറക് പോലെ തീക്കിരയായി തീക്ക് ഞാൻ ഇരയാക്കും. ആരെയും വചനം തൊടുന്നേ? നിന്റെ പ്രശ്നങ്ങളെ ഞാൻ കത്തിച്ചു കളയും. നിന്റെ പ്രശ്നത്തെ ഞാൻ കത്തിച്ചു കളയും. നിന്റെ പ്രശ്നത്തെ ഞാൻ കത്തിച്ചു കളയും. ആത്മാവിന്ന് പകൽ ദൂതായിട്ട് പറയുന്നു, നിന്റെ പ്രശ്നത്തെ ഞാൻ കത്തിച്ചു കളയും. നിന്നെ തകർക്കുന്ന വിഷയത്തെ ഞാൻ കത്തിച്ചു കളയും. ഹല്ലേലൂയ! ഞാൻ കത്തിച്ചു കളയും. നീ അത് ഓർക്കത്ത് പോലുമില്ല. ഇനി അതൊരു ചാരം, ഒരു പിടി ചാരമായി മാറോ. ശബ്ദം ഉയർത്തി വിളിച്ച യേശുവേ. നിങ്ങൾ ഇന്ന് വൈകിട്ട് ചെന്ന് ഉറങ്ങരുത്. ഞാൻ പറഞ്ഞേക്കാം, തൂതേറ്റെടുത്തോണം. ഹല്ലേലൂയ! ഫ്രണ്ടിൽ വന്ന് ഉറങ്ങരുത്. ഹല്ലേലൂയ! കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ! ഞാൻ കത്തിച്ചു കളയും. നിന്നെയല്ല, നിന്റെ പ്രശ്നങ്ങളെ. ബൂട്ടിട്ട യോദ്ധാവിൻ്റെ ചെരുപ്പിൻ്റെ ഒച്ചയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ ഞാൻ തീക്കിരയാക്കും. എനിക്കറിയില്ല ഈ വചനമൊക്കെ ഈ ബൈബിൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഇന്ന് ഓർത്തിട്ടങ്ങ് സ്തോത്രം ചെയ്യാൻ പോവാ. സന്തോഷമുണ്ടോ? ഈ നല്ല ദൈവമാണോ? എന്നിട്ടാണ് ആ ദൂത് പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആമേൻ. എന്നിട്ടാണ് ആ ദൂത് പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ മേലിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. നമുക്കുണ്ട് മക്കളെ, നമുക്കുണ്ട്. ആരും വേണ്ടിയില്ല, നമുക്കുണ്ട് മക്കളെ. ഓ, കൈകളെ ഉയർത്തി എല്ലാവരും ആമേൻ. നമുക്കുണ്ട്. നമുക്കൊരു ശിശുവിനെ ദൈവം തന്നിട്ടുണ്ട്. നമുക്കൊരു ആമേൻ മകനെ, ദൈവത്തിൻ്റെ മകനെ തന്നിട്ടുണ്ട്. അപ്പൻ തന്നിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ പറ യേശുണ്ട് എനിക്ക്. നിങ്ങൾ മിണ്ടിയില്ല. യേശുണ്ട് എനിക്ക്. പറ, കൈ കൊടുത്ത് പറ, യേശുണ്ട് എനിക്ക്. പറ യേശു. എന്റെ ദൈവമേ, കൈയില്ലേ? യേശുണ്ട് എനിക്ക്. ഒന്ന് ഉറക്കെ പറ, യേശുണ്ട് എനിക്ക്. യേശുണ്ടടാ മോനെ. എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പ്രതിസന്ധിയുണ്ട്, എനിക്ക് ഞെരുക്കമുണ്ട്. പക്ഷെ അതിനെല്ലാം മാറ്റുന്നൊരു യേശു എനിക്കുണ്ട്. യേശു ആധിപത്യമുള്ളൊരു യേശു, അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിന്റെ പ്രഭുവായ ഒരു യേശു എനിക്കുണ്ട്. ആ യേശു ഉള്ളവർ ഉച്ചത്തിൽ വിളിച്ചാട്ടെ. മക്കളെ, എനിക്ക് യേശുണ്ട്. നിങ്ങളുടെ പാസ്റ്ററിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം പണമുള്ളത് കൊണ്ടല്ല, കഴിവുള്ളത് കൊണ്ടല്ല, അറിവുള്ളത് കൊണ്ടല്ല, ജ്ഞാനമുള്ളത് കൊണ്ടല്ല. ആമേൻ. യേശു ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇന്ന് വായികളെ തുറന്ന് വിളിച്ചു പറ, എനിക്ക് യേശുണ്ട്. എനിക്ക് യേശുണ്ടടാ. എനിക്ക് യേശുണ്ടടാ. എനിക്ക് യേശുണ്ട്.
I love you, I love you, Jesus. I love you, I love you, Jesus. I love you, I love you, Jesus. I love you. Oh, വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ വന്നത്, ഇതുവരെ നിന്നത്, ഇതുവരെ പോകുന്നത്, ഇനി നാളെയും എനിക്ക് ജീവിക്കാനുള്ള ബലം എനിക്ക് യേശുവുണ്ട്. നമുക്കൊരു ശിശു, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ. മോനെ, അടുത്ത വാക്യമുണ്ടെന്ന് വായിക്കണം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. അടുത്ത വാക്യോടെ വായിച്ച് നിർത്താം. നിങ്ങൾ ഇരിക്കണ്ട. കിടക്കേണ്ടവർ കിടക്ക്, മുട്ടുമടക്കേണ്ടവർ മുട്ടുമടക്ക്, കരയേണ്ടവർ കര, ഇറങ്ങി പോകേണ്ടവർ പോ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. കൈ ഉയർത്തി ആമേൻ. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകത്തില്ല. ആരോ പറഞ്ഞു 2000 വർഷം മുമ്പ് ജീവിച്ചൊരു ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നെന്ന്. അല്ലെന്ന് ഈ വചനം പറയുന്നു. ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. കാരണം അവൻ അവസാനമില്ല. അവന്റെ അധികാരത്തിന് അവസാനമില്ല. ഉച്ചത്തിൽ വിളിച്ച യേശുവേ, I love you Jesus, I love you. അവന്റെ ആധിപത്യത്തിന് വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. പറഞ്ഞേ അവന്റെ ആമേൻ ആധിപത്യത്തിനും വർധനവിനും സമാധാനത്തിനും അവസാനം ഉണ്ടാകത്തില്ല. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകത്തില്ല. കാരണം അവൻ ആൽഫ, അവൻ ഒമേഗ, അവൻ ആദ്യൻ, അവൻ അന്ത്യൻ, അവൻ ആൽഫ, അവൻ ഒമേഗ. എടാ, എൻ്റെ യേശു, അവൻ ഇല്ലാത്തൊരു കാലമില്ല. കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. Are you ready? ഹാപ്പിയാണോ? നിർത്താം. വായിച്ചോ മോനെ. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഓ, കേട്ടില്ലേ? ഇന്നു മുതൽ എന്നേക്കും അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. അപ്പൊ എല്ലാവരും പറഞ്ഞോട്ടെ, സ്ഥാപിക്കുക മാത്രമല്ല, സ്ഥാപിക്കുക മാത്രമല്ല നിലനിർത്തും. ആരും പറഞ്ഞില്ല, സ്ഥാപിക്കുക മാത്രമല്ല നിലനിർത്തും. എന്തെങ്കിലും തുടങ്ങുക മാത്രമല്ല അതിനെ പൂർത്തീകരിക്കും. എന്തെങ്കിലും സ്ഥാപിക്കുക മാത്രമല്ല അത് നിലനിർത്തും. അവൻ സ്ഥാപിക്കും, അതിനെ നിലനിർത്തും. കർത്താവ് വരുന്നവരെ ഈ ചർച്ച് കണ്ടിരിക്കും. തീർന്നില്ല മോനെ, വായിച്ചോ. തീർന്നില്ല, ഒറ്റ സെന്റൻസ് കൂടെ ഉണ്ട്. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. Come on. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അത് നിവർത്തിക്കൂ. കൈകളെ ഉയർത്തി യേശുവേ, നിവർത്തിക്കും മക്കളെ, നിവർത്തിക്കും. തീഷ്ണത നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിന്റെ മേലൊരു തീയുണ്ട്. എന്താ തീഷ്ണത? നിനക്കല്ല തീഷ്ണത, നിന്റെ ദൈവത്തിനാ തീഷ്ണത. നിനക്കല്ല തീഷ്ണത, നിന്റെ ദൈവത്തിനാ തീഷ്ണത. നീ ഉറങ്ങിയാൽ പിടിച്ചു കുലുക്കും. നീ ഉറങ്ങരുത്. ആമേൻ. നീ മയങ്ങിയാൽ പിടിച്ചു കുലുക്കും. ആമേൻ. നീ ഉറങ്ങരുത്.
നീ തളർന്നാൽ പറയും, പിടിച്ചു കുലുക്കും, നീ എഴുന്നേക്ക്, ഞാൻ തീഷ്ണതയുള്ളവരാണ് യേശുവിന്റെ നാമത്തിൽ. ധാരാ 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 ധാരാ. എടാ, നിനക്ക് പിന്മാറാൻ പറ്റത്തില്ല, നിനക്ക് അകരാൻ പറ്റത്തില്ല. കാരണം നിന്റെ ദൈവം നിന്നിൽ തീഷ്ണതയുള്ളവനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറബഖതല. നീ മയങ്ങിയാലും, നീ ക്ഷീണിച്ചാലും, നീ തളർന്നാലും, നീ ഒളിച്ചോടിയാലും, നീ നിരാശപ്പെട്ടാലും, നീ ഇരിക്കുന്ന ഇടത്ത് വന്ന് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് നിനക്ക് ബലം തന്ന് നിന്നെ ഓടിച്ച് നിന്നെ മേൽ അവൻ നിവർത്തീകരിക്കോ. ഉറക്കെ വിളിച്ചപ്പോ ഇതല്ലേ അപ്പൻ, ഇതല്ലേ അപ്പൻ, ഇതല്ലേ അപ്പൻ. ഇപ്പൊ ഇവിടെ കീബോർഡ് വായിച്ചോണ്ടിരിക്കവൻ. ഇവന് ഞാൻ ഈ പ്രസംഗം 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇവൻ പതിയെ അവിടെ നിന്ന് പതിയെ എബിയെ ഇങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ അമേൻ അമേൻ മെബി പാസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, ബാ 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 ഒന്ന് പ്ലേ ചെയ്തേ, എനിക്കിനി എന്നാ പ്രസംഗമാണെങ്കിലും ഇനി പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരാറായി, എനിക്ക് പോയി കൊണ്ടുവരണം. കാരണം അവനൊരു ശുശ്രൂഷകന്റെ മുകളിൽ അവനൊരു അപ്പനാണ്. ഇന്ന് ഞാൻ പറയാം, ഇങ്ങനത്തെ ഒരു അപ്പൻ നിനക്കുണ്ട്. നിന്നെ തട്ടി ഉണർത്തുന്ന, നിന്നെ കളക്ട് ചെയ്യുന്ന, നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, നിന്നെ ഉണർത്തുന്ന ഒരപ്പനുണ്ട്. ഞാനത് നിവർത്തിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് തീ പിടിച്ചിട്ടുണ്ട് ഈ വചനത്തിന് മുമ്പിൽ? പാതാളം ഇറങ്ങി വന്നാലും, നരകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും, ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു, നീ തോക്കത്തില്ല, നീ ജയിച്ചിരിക്കും. കാരണം നിന്നിൽ തീഷ്ണതയുള്ള ദൈവമുണ്ട്. ഈ ഫാസ്റ്റിങ്ങിന്റെ 3-ാമത്തെ ദിവസം പകൽക്കാലം ഭയങ്കരമായി ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും, നിന്നെ ഉപയോഗിക്കുമെന്നും, നിന്നെ നിലനിർത്തുമെന്നും, നിന്നെ സൂക്ഷിക്കുമെന്നും ദൈവം ഒരു ഉറപ്പ് തരുന്നു. നിന്റെ കാൽക്കിലെ മണ്ണൊലിച്ചു മാറിയാലും നീ തകരത്തില്ല. ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്കുണ്ട് യേശു. ഉറക്കെ പറ, നമുക്കുണ്ട് യേശു. എനിക്ക് യേശു ഉണ്ടെന്ന് പറ. എല്ലാ ശബ്ദം ഉയരട്ടെ. എല്ലാവരും പറഞ്ഞ് പറ പറ പറ. എനിക്ക് യേശുവുണ്ട്, എനിക്ക് യേശുവുണ്ട്, എനിക്ക് യേശുവുണ്ട്, എനിക്ക് യേശുവുണ്ട്. പറഞ്ഞാട്ടെ, എനിക്ക് യേശുവുണ്ട്. ഉറക്കെ പറ, എനിക്ക് യേശുവുണ്ടെന്ന് ഉറക്കെ പറ. മക്കളെ വിളിച്ചു പറ, എനിക്ക് യേശുവുണ്ട്, എനിക്ക് യേശുവുണ്ട്. ശബ്ദം ഉയരട്ടെ. എനിക്ക് യേശുവുണ്ട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു ആയ യേശു.